നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അത്രമാത്രം സ്വകാര്യമാണോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൊബൈൽ ഫോൺസ് നമ്മളെ നിരീക്ഷിക്കുകയും റെക്കോർഡും ചെയ്യുന്നുണ്ടോ? പ്രൈവസി എന്ന് പറയുന്നത് വെറും മിഥ്യാധാരണയാണ്. There is no privacy. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തപ്പോഴും ഇത് റണ്ണിങ് ആണോ? ഉപയോഗിക്കാത്തപ്പോഴും അത് വോയിസ് അസിസ്റ്റന്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സിനിമ നടന്മാരൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നതും ഒക്കെ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ഓൺലൈൻ വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ഓൺലൈൻ ചാനൽസിൽ ഇത്തരം നടക്കുന്ന ആൾക്കാർക്കെതിരെ വേണം എന്ന് വെച്ചാൽ നമുക്കപ്പോൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പുതിയ നിയമപ്രകാരം തീർച്ചയായിട്ടും പറ്റും. സ്ത്രീകൾക്കും കുട്ടികൾക്കും തീർച്ചയായിട്ടും പ്രിവിലേജ് ഉണ്ട് അവിടെ. അവർക്ക് പരാതി കൊടുക്കാം. ഓൺലൈൻ മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട്. ഇപ്പം AI വീഡിയോസ് ഇപ്പോൾ നടന്മാരുടെ അതായത് ന്യൂഡ് വീഡിയോസൊക്കെ സെയിൽ ചെയ്യുന്ന സൈറ്റുകളുണ്ട്. ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചിലപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളിലായിരിക്കാം വേറൊരാളുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് വേറൊരാളുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് അത്തരം പ്രൊഫൈലുകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ ശിക്ഷയാണ് കിട്ടാം. 3 വർഷം മുതൽക്കാണ് ശിക്ഷ. തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ഒരു കപ്പിളിൻ്റെ ഇൻറ്റിമേറ്റ് വീഡിയോസ് വിഷ്വൽസ് പോൺ സൈറ്റ്സിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇത്തരം തിയേറ്റേഴ്സ് നീ ഇത് പോയിട്ടുണ്ടെങ്കിൽ തിയേറ്റർ പീപ്പിൾ ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. Children are abused by their own kith and kin. അതും ആ അബ്യൂസിനെ റെക്കോർഡ് ചെയ്യുക, അത് എന്നിട്ട് അതിന് സെല്ല് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരിക, അതിന് ഈവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇറ്റ് ഇസ് റിയലി സ്കെയറി. ഏതൊരു വ്ളോഗറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 2ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ വന്നിട്ടാണ് ഓൺലൈനിൽ വന്നിട്ട് മുഖ്യമന്ത്രിയെ കത്തിക്കും, കേരളം കത്തിക്കും. ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധിച്ചു. ഇറ്റ് ബിക്കെയിം എ ക്രൈം. ഇന്ത്യയിൽ അത് വന്നാൽ എന്താവുമെന്ന് നമ്മളൊരു ക്രൈസിസ് കാണും, ഉറപ്പായിട്ടും ക്രൈസിസ് കാണും. കുട്ടികൾ അഡാപ്റ്റ് ചെയ്യും. ഐ എം നോട്ട് സെയിങ് കുട്ടികൾ അഡാപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. തീരെ ചെറിയ കുട്ടികൾ അഡാപ്റ്റ് ചെയ്യും, വേഗം അഡാപ്റ്റ് ചെയ്യും. ഐഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ എക്സ്ട്രാ പേ ചെയ്യണം എന്ന് പറയുന്നതിൽ ആസ് എ കൺസ്യൂമർ അങ്ങനെ ഒരു സ്പേസ് ഇവിടെ വേണ്ടതുണ്ടോ? ഐഫോണിൻ്റെ അകത്തുനിന്ന് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന എല്ലാത്തിനും ഐഫോൺ ആപ്പിളിനും ബെനിഫിറ്റ് ഉണ്ട്. ആണോ? ആ അഗ്രിമെൻറ്റ്സ് പ്രകാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നാളെ കാണാനോ കേൾക്കാനോ അറിയാനോ ഇഷ്ടമല്ലാത്തൊരു സാധനം എടുത്ത് വെക്കരുത്. ബിക്കോസ് ദർ ഇസ് നോ ഡിലീഷൻ. നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മളുടെ വൾണറബിലിറ്റീസ് ഒക്കെ ചിലപ്പോൾ നമ്മളുടെ പാരൻസിനേക്കാൾ നന്നായിട്ട് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ നന്നായിട്ട് നമ്മൾക്ക് അത്രയും പ്രൈവറ്റ് എന്ന് വിശ്വസിക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിന് നന്നായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അത്രമാത്രം സ്വകാര്യമാണോ? നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മൊബൈൽ ഫോൺസ് നമ്മളെ നിരീക്ഷിക്കുകയും റെക്കോർഡും ചെയ്യുന്നുണ്ടോ? നമുക്ക് ചോദിക്കാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ സൈബർ ക്രൈം ഓഫീസർ. നമസ്കാരം മാം, ധന്യ മേനൻ. മാം, ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പോയിൻ്റ് ആയിരിക്കും, അതായത് നമ്മുടെ മൊബൈൽ ഫോണിന് പോലും സംസാരിക്കണം എന്നില്ലെന്നേ, നമ്മളുടെ പാരൻസിനോടും നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളോടും പോലും സംസാരിച്ചിട്ട് നമ്മൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സംസാരിച്ച കാര്യത്തിൻ്റെ ഫീഡ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ആഡ് നമ്മളുടെ കയ്യിൽ വിരൽത്തുമ്പിൽ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണോട് ചിലപ്പോൾ താങ്ക്സ് പറയുമായിരിക്കും, ചേട്ടാ നമ്മളുടെ മനസ്സറിയുന്ന മൊബൈൽ ഫോൺ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളതിനെ പേടിക്കേണ്ടതുണ്ടോ? എവിടെയാണ് നമ്മളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ പോലും അറിയാതെ? ഇല്ല, നമുക്കത് വോയിസ് അസിസ്റ്റന്റ് ഓണാണ് നമ്മുടെ ഫോണിൽ. അപ്പോൾ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം, ആ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൽ പേടിക്കണമെന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട വസ്തുതകളുണ്ട്. നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഫ്രീ ആയിട്ട് അത് നമ്മൾ ഉപഭോക്താവാകുമ്പോൾ നമ്മളും ഒരു പ്രോഡക്റ്റാണ് അവർക്ക്, നമുക്ക് ആ സർവീസ് തരുന്ന എല്ലാവർക്കും. അത് നമ്മൾ സമ്മതിച്ചോട്ട് തന്നെയാണ്. നമ്മുടെ സമ്മതമില്ലാതെ ആരും അത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിങ് കമ്പനീസ്. പക്ഷെ നമ്മളത് സമ്മതിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല ഇഫ് വി വോണ്ട് ടു എൻജോയ് ദോസ് സർവീസസ്. അതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. അപ്പോൾ പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈവസി എന്ന് പറയുന്നത് വെറും മിഥ്യാധാരണയാണ്. ദർ ഇസ് നോ പ്രൈവസി. ഇത് നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഈ നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ യൂസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അവർ യൂസ് ചെയ്യും. നമ്മുടെ എഗെയിൻസ്റ്റ് യൂസ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതൊരു, അതായത് അറ്റാക്കിങ് യു വെരി പേഴ്സണലി എന്ന് പറയുന്നത് ആ കമ്പനികളുടെ ഒരു ഉദ്ദേശമല്ല. പക്ഷെ നമ്മുടെ ഡേറ്റ അങ്ങനെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ അല്ലേ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല ഗിവിങ് മൈ ഡേറ്റ വിതൗട്ട് മൈ പെർമിഷൻ. പ്രൈവസി ഇല്ല, അത് വെറും മിഥ്യാധാരണയാണ്. നിങ്ങൾ ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബയോമെട്രിക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാസ്വേഡ്
അതൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛനും അമ്മയും കാണാതിരിക്കാൻ വേണ്ടി മാത്രം. വേറൊരു പ്രൈവസി ഒന്നുമില്ല. ഇത് അപ്പം എപ്പോഴത് ഇവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് അത് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തപ്പോഴും ഇത് റണ്ണിങ് ആണോ? ഉപയോഗിക്കാത്തപ്പോഴും. അത് വോയിസ് അസിസ്റ്റൻ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആണ്, യുവർ വോയിസ് അസിസ്റ്റൻറ്റ് ഇസ് ഓൺ എന്നാണെങ്കിൽ ഉണ്ട്. ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ ലൊക്കേഷൻ ഇസ് ഓൾവേസ് ട്രാക്ഡ്, എപ്പോഴും ട്രാക്ഡ് ആണ്. അല്ലാതെ നമുക്ക് നമ്മളൊരു സ്ഥലത്ത് നമ്മളത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റ മാത്രമൊന്നുമല്ല. അങ്ങനെ ഷെയർ ചെയ്യുന്ന ഡേറ്റ മാത്രം യൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ആയിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം എടുക്കും. ഓക്കെ, ഒരു സംശയമില്ല അതിനകത്തൊക്കെ. അതിനൊക്കെ നമ്മൾ യെസ് പറഞ്ഞ് ഷെയറിങ് പെർമിഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് പോലും ചെയ്യുന്നത്. അതിപ്പോൾ ഏത് ആപ്പാണെങ്കിലും നമ്മൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും അതിനകത്ത് ഒരു സെറ്റ് ഓഫ് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. അതൊന്നും വായിച്ച ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ അഗ്രി കൊടുക്കുക, അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും, അത് ഫുള്ള് വായിച്ചു എന്നുള്ളതിനൊരു ഐ അഗ്രി ബട്ടൺ കൊടുക്കുന്നു, നമ്മളത് കൊടുക്കുന്നു. അത് ആരും വായിച്ചിട്ടുള്ളതായിട്ടുള്ള എനിക്ക് പേഴ്സണലി അറിവില്ല ആരും അത് വായിച്ചതായിട്ട്. പക്ഷെ അത് വായിച്ചാൽ നമ്മൾ ചെയ്യില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. കാരണം അത്രയും മാത്രം നമ്മുടെ പേഴ്സണൽ ഡേറ്റ അവരെടുക്കുന്നുണ്ട്. അവർ അത് ചോദിക്കുന്നത് ടു മേക്ക് അവർ എക്സ്പീരിയൻസസ് ബെറ്റർ എന്നുള്ളൊരു കണ്ടീഷനിലാണ്. പക്ഷെ നോ, വി ആർ ബീങ് എ പ്രോഡക്റ്റ്. ഓക്കെ, ഈ ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ നമ്മളുടെ അച്ഛനേക്കാൾ അമ്മയേക്കാൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ നന്നായിട്ട് ഇവർക്ക് നമ്മളുടെ ഈവൻ വിചാരങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും. പലപ്പോഴും തോന്നണ എന്താ വെച്ചാൽ, പലപ്പോഴും തോന്നണമല്ല, ഫാക്ട് എന്താ വെച്ചാൽ നമ്മുടെ ചില ക്ലയൻസ് വന്നിട്ട് പറയാറുണ്ട്, ഞാൻ ആരോടും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. അതേന്നേ, പക്ഷേ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ അത് ഒന്നുമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരു 2 സെക്കൻഡ്സിൽ കൂടുതൽ ഒരു പെർട്ടിക്കുലർ പോസ്റ്റുമേ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ആൽഗോറിതം റീച്ച് യുവർ ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചപ്പോൾ, സപ്പോസ് എനിക്കൊരു റെഡ് ഡ്രസ്സ് വേണമെന്ന് വിചാരിച്ചു, ഞാൻ കാണുമ്പോൾ റെഡ് ഡ്രസ്സ് കാണുന്ന സമയത്തൊന്ന് ഹോൾഡ് ചെയ്താൽ മതി അത്. സോ ഐ നീഡ് എ റെഡ് ഡ്രസ് ഓർ ഐ എം ലുക്കിംഗ് ഫോർ എ റെഡ് ഡ്രസ് എന്നുള്ളത് റീഡ് ചെയ്യാണ്. പിന്നെ അതെനിക്ക് തരും, ഫീഡ് തരും. സോ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എന്ന് പറയുന്നത്, ആ വിചാരിച്ചതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗാഡ്ജറ്റായിട്ടാണ്, ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയായിട്ടാണ്. അല്ലാതെ നമ്മളെപ്പോഴും വോക്കലി എക്സ്പ്രസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ എല്ലാം റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റ്, നമ്മൾ കാണുന്ന പോസ്റ്റ്, നമ്മൾ വാട്ട് ഈസ് അവർ മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്താണെന്ന് പോലും അനലൈസ് ചെയ്യാൻ ആൽഗോറിതമിന് സാധിക്കും. ആണല്ലേ? ഓക്കെ, ഇത് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ല, കാരണം നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള പെർമിഷനാണ്. അതെ. ഓക്കെ, ഇപ്പം ചില ആൾക്കാർ, ഇപ്പം നമ്മളൊരു പൈറേറ്റഡ് ആയിട്ടുള്ളൊരു സൈറ്റിൽ ലോഗിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ പോൺ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വളരെ ഏതെങ്കിലും ഉള്ള ഒരു പൈറേറ്റഡ് സൈറ്റാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ചെയ്യുക, നമ്മൾ ബ്രൗസ് ഹിസ്റ്ററിയിൽ പോയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ വിചാരിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുക ചെയ്ത്. ഇത് വൺസ് നമ്മൾ ബ്രൗസ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റഡ് ആണ്, അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡിലീറ്റഡ് ആണ്. അതെ, ഓ അത്രേ ഉള്ളൂ. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡിലീറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ട്രാൻസാക്ഷൻ ലോഗ്സിൽ ഡിലീഷൻ ഇല്ലാത്ത ഒരൊറ്റ മേഖലയുള്ളത് സൈബറാണ്. സൈബർ സ്പേസിൽ മാത്രമാണ് ദർ ഇസ് നത്തിങ് കോൾഡ് 100% ഡിലീഷൻ. എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ലോഗ്സ് കിടക്കും. നിങ്ങളുടെ എൻ പോയിന്റ് സിസ്റ്റത്തിൽ മാത്രമാണ് ബ്രൗസർ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ശരിയായിരിക്കാം, നിയമപരമായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടാവുമായിരിക്കാം. ഒരു കേസിൻ്റെ ആവശ്യത്തിന് വന്നു, താങ്കളുടെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കൊണ്ടുപോയിട്ട് അതൊന്ന് എവിഡൻസ് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് വന്നു, അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് ആ കേസിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചാലഞ്ച് ഉണ്ടാവാം. ബട്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററി എവിഡൻസിന് ഞങ്ങൾക്ക് ഒരു ചാലഞ്ചും ഒരു കേസിലും വന്നിട്ടില്ല. ജുഡീഷ്യൽ ചാലഞ്ചസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് കൺട്രി ടു കൺട്രി വ്യത്യാസങ്ങൾ വരാറുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റിഗേറ്റീവ് ചാലഞ്ചസ് ടെക്നോളജിയിൽ ഇല്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇപ്പോൾ പല പോൺ സൈറ്റ്സും ബ്ലോക്ക്ഡ് ആണല്ലോ. പക്ഷേ ഇപ്പോഴും പല ആളുകളും ഇപ്പോൾ VPN ഒക്കെ യൂസ് ചെയ്തിട്ട് സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ ഈ പോൺ സൈറ്റുകൾ ലോക്ക് ചെയ്ത കാര്യം എന്താണ്? അങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ടോ? അല്ല, ആക്ച്വലി അത് ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ അത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അത് ചെയ്യുന്നത് അത് സെർവർ നോട്ട് അഡറിങ് ടു ഇന്ത്യൻ ലോസ്.
അങ്ങനെ വരുമ്പോഴാണ് ബ്ലോക്ക് ചെയ്യണത്. അതല്ലാതെ അങ്ങനെ പോൺ സൈറ്റ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ബ്ലോക്ക് ചെയ്യണ്ടേ? അങ്ങനെയല്ലല്ലോ. ചില ഒക്കെ ആണല്ലോ ബ്ലോക്ക് ചെയ്യണേ. അതപ്പോൾ ഒന്ന് ഇന്ത്യൻ ലോസിനായിട്ട് എഡർ ചെയ്യാത്ത കൺട്രീസ് അല്ലെങ്കിൽ സെർവർ ലോഗ്സ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കേസിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർ അതിൻ്റെ ലോഗ്സ് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ട് യാതൊരു വിധത്തിലും ട്രീറ്റ് ഇല്ലാത്ത കൺട്രിയിലാണ് അവർ സെർവർ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു മിറർ ഹോസ്റ്റിംഗ് പോലും ഇന്ത്യയിൽ ഇല്ല എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത്തരം സൈറ്റുകൾ ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്യുന്നത്. ഇപ്പോൾ പല ചൈനീസ് ആപ്സും ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ബാൻ ചെയ്തു. അതൊക്കെ ആ കാരണങ്ങൾ കൊണ്ടാണ്. ദാറ്റ് ഇറ്റ് ഡസൻറ്റ് കേറ്റർ ടു ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ ലോസ് അബൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും വി ആർ ബൗണ്ട് ബൈ ദ ലോസ്. അപ്പോൾ അത്തരം സൈറ്റുകളാണ് നമുക്ക് ബാനായിട്ട് വരുന്നത്. അതല്ലാതെ നമുക്ക് പോൺ ആസ് സച്ച് ബാൻ അല്ല. ബട്ട് ചൈൽഡ് പോർണോഗ്രഫി ഈസ് ബാൻ. അത് വേൾഡ് ഓവർ പ്രോബ്ലമാണ്. എന്നിട്ടും there are people എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സൈറ്റിലേക്കോ അല്ലെങ്കിൽ സ്പേസിലേക്കോ നമ്മളിപ്പോൾ VPN യൂസ് ചെയ്തിട്ടെങ്ങാനും ഒക്കെ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ശിക്ഷ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെയായിരിക്കും കോൺസിക്വൻസസ്? ഇല്ലീഗലായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും പ്രോബ്ലം അല്ലേ? അതേപോലെ തന്നെയാണ് പൈറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടുള്ള ആപ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസറാണ് പ്രോബ്ലം. യൂസർ വിൽ ബി ദ ഫസ്റ്റ് പ്രോബ്ലം പേഴ്സൺ. ഇപ്പോൾ ഗാംബ്ലിംഗ് പല സ്റ്റേറ്റിലും ഇന്ത്യയിൽ ബാൻഡാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ബാൻഡായിട്ടുള്ളൊരു സൈറ്റ് വെച്ചിട്ട് ആ പർട്ടിക്കുലർ ആപ്പ് വെച്ചിട്ട് കേരളത്തിൽ ഇരുന്നിട്ട് VPN ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പോയിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കേരളത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഗാംബിൾ ചെയ്ത് പൈസ നഷ്ടപ്പെട്ട യു കനോട്ട് ഗോ ആൻഡ് ഫയൽ എ കംപ്ലയിൻറ്റ്. പക്ഷേ മാം, നമ്മൾ ഇതുവരെ അങ്ങനെ കാണുന്നില്ല. അതായത് ഇന്ന സൈറ്റ് യൂസ് ചെയ്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഉണ്ടെന്ന് നമ്മളങ്ങനെ വായിച്ചിട്ടോ ഒക്കെ വളരെ കുറവല്ലേ? വളരെ കുറവാണ്. സൈറ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു യൂസർ എൻഡിൽ നമ്മളിപ്പോൾ ഒരു കേസ് വരിക എന്ന് പറയുന്നത് വളരെ കുറവാണ്. തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വളരെ കുറവാണ്. അതൊരു കാരണം എന്താ വെച്ചാൽ കൺസ്യൂമറിസം എന്ന് പറയുന്നത് സൈബർ പ്ലാറ്റ്ഫോമിൽ വളരെ ഹൈ ആണ്. അപ്പോൾ അത്തരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്ന ആൾക്കാരെ ജയിലിടാൻ പോയാൽ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യൻ ബൗണ്ടറിക്ക് ചുറ്റും ജയിൽ കിട്ടുന്നതായിരിക്കും എളുപ്പം. കാരണം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആരുടെ ഫോൺ എടുത്ത് നോക്കിയാലും ഒരു സാധനങ്ങളും ഉണ്ടാവും അതിനകത്ത്. ഒന്നുമില്ലെങ്കിലും ആവശ്യമില്ലാത്തൊരു മെസ്സേജ് ഫോർവേഡെങ്കിലും ചെയ്തിട്ടുണ്ടാവും. 100% ഷുവർ. ഒരു ഫേക്ക് മെസ്സേജ് എങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഫേക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത് കുറ്റകരമാണ് ഇന്ത്യയിൽ. അതെങ്കിലും ചെയ്യാത്ത ആൾക്കാർ നമ്മളില്ല. അറിയാതെ വൈറസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എൻക്രിപ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ, അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് എന്നെ ഒരുപാട് ഇതുപോലെ ഇൻ്റർവ്യൂസ് പറയുമ്പോൾ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഫോർവേഡ് മെസ്സേജസും ക്ലീൻ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അത് ക്ലീൻ ആണെന്ന് അറിയാനോ മനസ്സിലാക്കാനോ ഉള്ള ടെക്നിക്കൽ നോ ഹാവോ നിങ്ങളുടെ എക്യുപ്മെൻറ്റിലോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ക്ലീൻ ആണോ നോക്കിക്കോളൂ. ഇപ്പം എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, സ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് രാവിലെ ആകുമ്പോൾ ഒരു മെസ്സേജ് അയക്കും. ഇത് ഓക്കെ ആണോ എന്ന് തന്നെയാണ് പറഞ്ഞു തരും. എന്തിനാ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാനാണ്. ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഭൂരിഭാഗം ഉള്ളൂ. ഇതിനകത്ത് ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ഇൻഫിൽട്രേഷൻസ് നടക്കുന്നത് ഫോർവേഡ് മെസ്സേജസ് എന്നാണ്. ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യും. പിന്നെ ന്യൂ ഇയർ വരും, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്. ഇപ്പോൾ മെമ്പറില്ല ചിലപ്പോൾ ഫോർവേഡ് മെസ്സേജസ്, അതുപോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അവെയർഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത് നിസ്സാരമെന്ന് നമ്മൾ തള്ളിക്കളയുന്ന എന്തൊക്കെ സൈബർ ക്രൈം നമ്മളുടെ മൊബൈലിലൂടെ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കാര്യം ഫോർവേഡ് മെസ്സേജസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോർവേഡ് മെസ്സേജസ് ആണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഭാഗഭാക്കാവുന്നത് ഒരുപാട് പേരുടെ ഗാഡ്ജറ്റ്സ് കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ പ്രൈവസി അടക്കം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും അതിനകത്ത് കൂടെ. അപ്പോൾ അത്തരം ഫോർവേഡ് മെസ്സേജുകൾ, നമുക്ക് ഉറപ്പില്ലാത്ത ഫോർവേഡ് മെസ്സേജുകൾ ഷെയർ ചെയ്യാതിരിക്കുക. ഉറപ്പുള്ള ഫോർവേഡ് മെസ്സേജുകൾ മാത്രം നോക്കുക. ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇനി അഥവാ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ അത് ഓണപ്പ് ചെയ്യാം. എൻ്റെ ഇത്
കോംപ്രമൈസ്ഡ് ആയി. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും ഒരു ലീഡോ മെസ്സേജോ വന്നാൽ നിങ്ങൾ ആരും അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അതൊക്കെ ഇപ്പോൾ കുറേ പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഓണിങ് അപ്പ് അറ്റ്ലീസ്റ്റ് കുറേ പേര് ചെയ്ത് കണ്ട് വരുന്നുണ്ട് ഇപ്പോൾ. ബട്ട് ഡെഫിനറ്റ്ലി ഫോർവേഡ് മെസ്സേജസ് വൺ തിങ്. സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അൺനെസസറി ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാതിരിക്കുക. അത് വളരെ നമുക്കൊക്കെ ഭയങ്കര സോഷ്യൽ വാലിഡേഷൻ വേണ്ടവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. സോഷ്യൽ വാലിഡേഷൻ വേണ്ടതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലും എപ്പോഴും വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, പല ഇൻഫ്ലുവൻസേഴ്സും ഹോം ടൂർ കാണിക്കുന്നുണ്ട്. അത് ദാറ്റ് ഈസ് ദെയർ റവന്യൂ മോഡൽ മേ ബി, ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ അവർക്ക് അത് ദേ മേ നോ ഹൗ ടു ഹാൻഡിൽ ദെയർ പ്രൈവസി. ഇപ്പോൾ ഹോം ടൂർ കാണിച്ചു കഴിഞ്ഞാൽ നാളെ ആ വീട് വേറെ തരത്തിൽ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഹോം ടൂർ കാണിക്കുമ്പോഴും എന്ത് പറയണം എന്ത് കാണിക്കണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവുമായിരിക്കാം. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദെയർ പ്രൊഫഷൻ. പക്ഷേ എൻ്റെ വീട്ടിലെ എൻ്റെ ഡ്രോയിങ് റൂമിലെ ഷെൽഫിൽ എന്തൊക്കെ ഇരിക്കുന്നു എന്ന് ആരറിഞ്ഞിട്ട് എന്താ കാര്യം? ഫോർ മീ ഇറ്റ് ഇസ് നോട്ട് എ റവന്യൂ മോഡൽ അറ്റ് ഓൾ. ഫോർ മീ ഇറ്റ് ഇസ് എ പ്രൈവറ്റ് ഇൻഫർമേഷൻ. എന്തിനാ എൻ്റെ വീട്ടിലെ വൈഫൈ എവിടെ ഇരിക്കുന്നതെന്ന് ആരെങ്കിലും അറിയുന്നത്? അല്ലെങ്കിൽ എൻ്റെ ടി വി എവിടെ ഇരിക്കുന്നതെന്ന് എന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞത്? എൻ്റെ ടി വി എന്ത് മോഡലാണെന്ന് അറിഞ്ഞിട്ട് ആരെന്താ ചെയ്യാൻ പോണേ? 32 ഇഞ്ചാണ്, എനിക്ക് 54 ഇഞ്ച് ആരും കൊണ്ട് തരുമൊന്നുമില്ലോ 32 വന്ന് വിചാരിച്ചാൽ. നോ. സോ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എന്താ വേണ്ടത് എന്നുള്ളത്. സോ വേറൊരാൾ ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പേരുടെ ഇൻഫർമേഷൻ ഉണ്ടാവാം. ലൈക്ക് പബ്ലിക്കായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കാം, സെൽഫി ആയിരിക്കാം, ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു 8-9 പേരുണ്ടാവാം. ആ 8-9 പേരുടെയും പേഴ്സണൽ ലൈഫ് പുറത്തേക്ക് വരികയാണ് ആ സമയത്ത്. അതൊക്കെ ഇത്തിരി ചോദിച്ചാൽ ഓൾ ഓഫ് ദം ഷുഡ് ബി റെഡി. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇഫ് ഓൾ ഓഫ് ദം ആർ റെഡി ഇറ്റ്സ് ഓക്കെ. ബട്ട് അതർവൈസ് നോ. എല്ലാവർക്കും അവരുടേതായ പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ അപ്പോൾ വാൻസോലൊക്കെ വന്നിട്ട് നമ്മൾ ചില കമ്പനീസ് വിൽ കമൻറ്റ് ചെയ് ഇന്നൊരാളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ തന്നിട്ട് പറയും ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ അടുത്ത് ഡിക്ലെയർ ചെയ്ത ഹാൻഡിൽസ് ചിലപ്പോൾ 4 ഉണ്ടാവുള്ളൂ. അവർ ചിലപ്പോൾ 4-5 കൊല്ലം മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഹാൻഡിൽസ് പോലും ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് കാണിച്ചു കൊടുക്കും. വി ഡോണ്ട് ഡു എനിത്തിങ് ഇല്ലീഗൽ. വി ഓൺലി സെർച്ച് ദ സോഷ്യൽ മീഡിയ ത്രൂ ദെയർ ഫ്രണ്ട്സ് ഓർ ത്രൂ ദെയർ ക്യാമ്പസസ്. അപ്പോൾ ഇത് വളരെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എന്നുള്ളതാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്പെഷ്യലി ചൈൽഡ് അബ്ഡക്ഷൻ കേസസ് അതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ വാശികൾ, അവരുടെ അവൈലബിലിറ്റി, ഐറ്റിനറി, അവർ രാവിലെ എത്ര മണിക്ക് പോകും, എന്താ കഴിക്കുക, ചോക്ലേറ്റ് ഐസ്ക്രീം ആണോ ഇഷ്ടം, അവർക്ക് എത്ര മണിക്ക് കൊടുക്കാണ്ടിരിക്കും, അവരുടെ അലർജീസ് എന്താണ്, ഇതെല്ലാം പേരൻസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ അല്ലെങ്കിൽ നാനീസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അല്ലെങ്കിൽ സ്കൂൾ ഹാൻഡിൽസ് നിന്ന് സ്റ്റോറീസ് ആയിട്ടൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇതൊരു മാസമൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ പറ്റിയിട്ട് അറിയാമല്ലോ. കുട്ടിയെ അബ്ഡക്ഷനിലൊക്കെ നമുക്ക് വളരെയധികം കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ വീണ്ടും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഒരു ഇൻഡിവിജ്വൽ സ്പേസിനെ പറ്റി അഭിപ്രായം പറയാൻ പക്വതയാവുന്നതിന് മുമ്പ് നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യണം. എൻ്റെ ലിറ്റിൽ ചിൽഡ്രൻ അവർ വലുതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവരല്ലേ തീരുമാനിക്കണ്ടേ. ബിഫോർ ദേ ഡിസൈഡ് വാട്ട് ദേ വാണ്ട് ടു ബി ഇൻ ലൈഫ്, വെദർ അവർ ഈ പറഞ്ഞ പോലെ നീലയോ വെള്ളയോ പച്ചയോ അതൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ നമ്മൾ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുകയാണ്. അത് വളരെ റിസ്കി ആണെന്നാണ് എൻ്റെ ഒരു ഇറ്റ്സ് എ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഫോർ ദം. അവർക്ക് ഒരിക്കലും ഇറേസബിൾ അല്ല. ഒരിക്കൽ ഇൻ്റർനെറ്റിൽ വന്നത് നത്തിങ് കോൾഡ് ഡിലീഷൻ. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇറേസബിൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് വരില്ല. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്രൈവസിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ നടന്മാരൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നതും ഒക്കെ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസ് നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുണ്ട്. അതായത് ഒരു നടി കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവരുടെ ഒരു വളരെ മോശം ആംഗിളിൽ ചിത്രീകരിച്ചിട്ട് ആ നടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. അല്ലാതെ അതിപ്പോൾ എല്ലാ ചാനൽസിൽ നിന്നത് റിമൂവ് ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈവസി എന്ന് പറയുന്നത് ഇത് ഇവിടെയും ബാധകമല്ല. അപ്പോൾ ഈ ഓൺലൈൻ ചാനൽസിൽ ഇത്തരം നടക്കുന്ന ആൾക്കാർക്കെതിരെ വേണം എന്ന് വെച്ചാൽ നമുക്കപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പുതിയ നിയമപ്രകാരം തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ DPDP റെഗുലേഷൻ ഉണ്ടല്ലോ, അതും കൂടി വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനൊക്കെ പറ്റും. അല്ലെങ്കിലും പ്രൈവസി റെഗുലേഷനിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്കും മറ്റേ കുട്ടികൾക്കും ഉണ്ട്. ഐ എം സോറി, പക്ഷേ പുരുഷന്മാർക്ക്
അവിടെയൊക്കെ ചെറിയൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഇല്ല എന്നുള്ളത്. ബട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും തീർച്ചയായിട്ടും പ്രിവിലേജ് ഉണ്ട് അവിടെ. അവർക്ക് പരാതി കൊടുക്കാം. ഓൺലൈൻ മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട് വേണം. പക്ഷേ ഇഷ്യൂ ഞാൻ പറയണത് ഒരിക്കൽ വൺസ് ഓൺ സൈബർ സ്പേസ് ദർ ഇസ് നോ 100% ഡിലീഷൻ എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയയിൽ പോയിട്ടിപ്പോൾ യു ആർ വൺ ഓഫ് ദി ഓൺലൈൻ മീഡിയ, ഞാനും ആണെന്ന് വിചാരിക്കും. എൻ്റെ അടുത്തുനിന്നും നിങ്ങളുടെ അടുത്തുനിന്നും ഓൺലൈൻ പബ്ലിഷ് ചെയ്തെടുത്ത് മാറ്റാനായിട്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുക, എന്തായാലും നിയമപരമായി അത് മാറ്റാം. എൻ്റെ പ്രൈവറ്റ് ഗാഡ്ജറ്റിൽ ഞാനത് സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ മരിച്ചു പോയതിനു ശേഷമായിരിക്കാം സംബഡി എൽസ് ഗെറ്റ്സ് മൈ ഗാഡ്ജറ്റ്. ആ ഗാഡ്ജറ്റിൽ നിന്ന് റിക്കവറി റൺ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു മീഡിയ വരെ വർഷങ്ങൾക്ക് ശേഷം. ഇപ്പം ഞങ്ങൾ കോവിഡിന് ശേഷം ആക്ച്വലി ഞങ്ങളൊരു 7 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത് 12 വർഷം മുമ്പൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ പിക്സലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഒക്കെ ഇൻ്റർനെറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലവരുടെയും. ബിക്കോസ് ദേ എക്സ്ചേഞ്ച് ദ ഗാഡ്ജറ്റ്സ്, അല്ലെങ്കിൽ അവർ മെമ്മറി കാർഡ് സൂക്ഷിക്കാണ്ട് സ്റ്റാഫിന് കൊടുത്തു, സ്റ്റാഫ് അത് റിക്കവർ ചെയ്തു, അല്ലെങ്കിൽ ഫോൺ മോശമായപ്പോൾ റിപ്പയറിന് കൊടുത്തു, അത് മാറ്റി കൊടുത്തു. ഇങ്ങനെയുള്ള പല പല കേസുകൾ വെച്ചിട്ട് കേരളത്തിൽ തന്നെ ഐ തിങ്ക് വി ഹവ് ഡെൽറ്റ് മോർ ദാൻ 200+ കേസസ് ഇത്തരത്തിൽ. വാൻസ് വാസ് ഡെൽറ്റ് വിത്ത് 200+ കേസസ്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് കോവിഡ് കഴിഞ്ഞപ്പോൾ കുറേ ഇഷ്യൂസ് അതുപോലെ വന്നിട്ടുണ്ട് ഫ്രം ഓൾഡ് ഗാഡ്ജറ്റ്സ്. അപ്പോൾ അതൊരിക്കലും അത് സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ ചിലപ്പോൾ ഒരു കാലത്ത് ഇട്ടിട്ടുണ്ടാവും, ഡിലീറ്റും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ പോയി എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കണത്. പക്ഷേ ഇറ്റ് ക്യാൻ കം ഔട്ട് എനി ടൈം. അപ്പോൾ ഡിജിറ്റൽ സ്പേസിൽ ഒരിക്കലും ഒരു 100% ഡിലീഷൻ ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഇതിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ട്വിറ്റർ പോലുള്ള സൈറ്റുകളിൽ അല്ലെങ്കിൽ പല സൈറ്റ്സുകളിലും ഇപ്പോൾ AI വീഡിയോസ്, ഇപ്പോൾ നടീനടന്മാരുടെ, അതായത് AI എന്താ പറയുക, ന്യൂഡ് വീഡിയോസൊക്കെ സെയിൽ ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അതായത് ഇവർക്ക് ഈ സെലിബ്രിറ്റി ഫിഗേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിൽക്കുന്ന സൈറ്റുകളുണ്ട്. അത് ഒറിജിനൽ ആവണമെന്നില്ല, ചിലപ്പോൾ എന്താ പറയുക ഫാബ്രിക്കേറ്റഡ് ആയിരിക്കാം അത്തരം ഇതൊക്കെ. അപ്പോൾ അത്തരം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ആ ഒരു സീരിയസ്നെസ് ഇപ്പോഴും അറിയില്ല. അതായത് അവർക്ക് കിട്ടുന്നൊരു പണിഷ്മെൻറ്റ് വൺസ് നമ്മൾ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ എളുപ്പമാണോ അത്തരം സൈറ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ? എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ്? ഇതിനകത്ത് നമുക്ക് ചാലഞ്ച് വരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പ്രെഡ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്, ഞാൻ 10 പേർക്ക് അയച്ചു. ആ 10 പേര് ഒരേ ലൈനിലല്ലല്ലോ അയക്കുക. ഈ 10 പേരിൽ ഓരോരുത്തരും 100 പേര് വെച്ചിട്ട് അയക്കുന്നുണ്ടാവുമല്ലോ. ഇത് കണ്ടുപിടിക്കണത് 1,20,000 വ്യൂസിൻ്റെ ആ അറ്റത്തായിരിക്കും. അവിടുന്ന് ഇങ്ങനെ ഓരോ ജമ്പ് ചെയ്ത് ക്രിയേറ്റർ എന്നുള്ള ആളെ, ഫസ്റ്റ് പബ്ലിഷർ എന്നുള്ള ഒരാളെ എൻ്റെ അടുത്തേക്ക് എത്തണം. സോ ദർ ഇസ് എ പ്രോസസ് ദാറ്റ് കംസ് ഇൻ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ടൈം ലാഗ് ഉണ്ട് ടു ഫൈൻഡ് ഔട്ട്. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാനിരിക്കുന്നത് ഈ പറയുന്ന കംപ്ലൈനൻ്റ് കൊടുത്തിട്ടുള്ള ജൂറിസ്ഡിക്ഷണൽ ലീഗൽ ബൗണ്ടറിയിലായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ആവണം വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ഇന്ത്യൻ ലോസ്. അതിലും സ്റ്റേറ്റ് വൈസ് തന്നെ ജൂറിസ്ഡിക്ഷണൽ ഇഷ്യൂസ് ഉണ്ട് ഫോർ ലീഗൽ, എന്താ പറയുക, പോലീസ് ഇൻവെസ്റ്റിഗേഷനും കോടതികൾക്ക് പോകണമെന്നും ഒക്കെ അതിനകത്ത് അങ്ങനത്തെ ലീഗൽ ചാലഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ട്. കൺട്രിയിലും കൂടി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും ബുദ്ധിമുട്ടെന്നുള്ളത്. ദ കൺട്രി ഷുഡ് ബി ഇൻ ടേംസ് വിത്ത് ഇന്ത്യ. അങ്ങനെ ഒരുപാട് ലീഗൽ ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക്, സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അടക്കം നിയമപരമായ കുറ്റക്കാരാണ്. ഓക്കെ, അപ്പം ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾക്ക് കുറച്ചും കൂടിയൊക്കെ കേൾക്കാൻ പറ്റിയാൽ ഇതിന് കുറച്ചൊരു മയം ഉണ്ടാവും. പിന്നെ പല രാജ്യങ്ങളും ഇത്തരം AI വീഡിയോസിനാണെന്നുണ്ടെങ്കിലും അതൊക്കെ IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റെഗുലേഷൻ അനുസരിച്ചിട്ട് അവരതിനെ അതിൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവന്നിട്ട് ദേ ഹാവ് സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഇറ്റ് അണ്ടർ ദ ലീഗൽ പെർവ്യൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫേസ്, എൻ്റെ ഒച്ച, എൻ്റെ ചേഷ്ടകൾ, ഇതൊക്കെ എനിക്ക് എൻ്റെ IP ആണ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ IP റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇന്ത്യ ഈസ് യെറ്റ് ടു സീ എ റെഗുലേഷൻ ഓൺ ദാറ്റ്. പക്ഷേ വെരി സൂൺ വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകളുടെ ഇപ്പോൾ പിക്സ് ഉപയോഗിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ പേരിലുള്ളൊരു ഫേക്ക് അക്കൗണ്ട് ഞാൻ കണ്ടത്. എൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞ് വാദിച്ച്, ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചിലപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളിലായിരിക്കാം, വേറൊരാളുടെ ഫോട്ടോസ് യൂസ് ചെയ്ത്, വേറൊരാളുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് അത്തരം പ്രൊഫൈലുകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ ശിക്ഷയാണ് കിട്ടാൻ. 3 വർഷം മുതൽക്കാണ് ശിക്ഷ. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യണത്, ഇപ്പോൾ ചിലവർ പറയും ഇപ്പോൾ dhanya@gmail.com അല്ലെങ്കിൽ dhanya1@gmail.com. ഇഷ്ടംപോലെ ധന്യമാരുണ്ടാവാം. അപ്പം അങ്ങനെ ഒരു ഇമെയിൽ മാത്രം തുടർന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുറ്റമാവില്ല. പക്ഷേ എൻ്റെ ഫോട്ടോയും ധന്യാന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, എൻ്റെ നമ്പറും ധന്യാന്ന് യൂസ് ചെയ്താൽ യെസ്. സോ എനി ടു
പേഴ്സണലി ഐഡൻറ്റിഫയബിൾ വേരിയബിൾസ് വരണം ടുഗെദർ. ഓക്കെ. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ID ആയിട്ട് വരണത്. അത് എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ആധാർ കാർഡിൻ്റെ നമ്പർ ആവാം, അല്ലെങ്കിൽ അഡ്രസ്സ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഫോട്ടോ മാത്രം യൂസ് ചെയ്തു, ബട്ട് പേര് വേറെ എന്തെങ്കിലും വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിലും യു ക്യാൻ സേ ഇറ്റ്സ് എന്താ പറയുന്നത്, ഇപ്പോൾ ഐശ്വര്യ റായിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് സോഷ്യൽ മീഡിയ കൊണ്ട് നടക്കാം. യു ആർ നോട്ട് ക്ലെയിമിങ് ടു ബി ഐശ്വര്യ റായ് അവിടെ. പക്ഷേ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം. യെസ്, ഇംപേഴ്സണൈസേഷൻ വരുന്നുണ്ടെങ്കിൽ യെസ്. ഐഡന്റിറ്റി തെഫ്റ്റ് ഒരു പ്രോബ്ലം. പക്ഷേ ഐഡന്റിറ്റി എന്താ എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ വരിക. ഐഡന്റിറ്റി ഷുഡ് ബി ടു പേഴ്സണലൈസ്ഡ് വേരിയബിൾസ് കമ്മിങ് ടുഗെദർ. ഓക്കെ. അപ്പോൾ അത് ഒരെണ്ണം മാത്രമാകുമ്പോൾ ഇപ്പോൾ ചിലർ വന്ന് ചോദിക്കുക എൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ധന്യ എന്ന പേരാണ്, അപ്പോൾ ധന്യ1@gmail.com എന്നൊരു ഇമെയിൽ ID ഒക്കെ ഉണ്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആരാന്ന് കണ്ടുപിടിക്കാം. അതൊരു ക്രൈമല്ല. അതൊരു ക്രൈം ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ വൺ ടൈം വാച്ച് ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ ആ വൺ ടൈം വാച്ച് വഴി ഇപ്പോഴും ആളുകൾ ന്യൂഡ് ഫോട്ടോസും ചിലപ്പോൾ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്നത് വൺ ടൈം വാച്ച് അല്ല, അത് സേഫ് അല്ലേ എന്ന് കരുതിയിട്ടായിരിക്കും ഇപ്പോഴും. അങ്ങനെ ഉപയോഗിക്കുന്ന, അങ്ങനെ അയച്ചു കൊടുക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ആസ് എ 2 ഗാഡ്ജറ്റൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ച് ഒന്നും ഒരു വിഷയമേ അല്ല. ഒരു മൊബൈലിൽ വൺ ടൈം വാച്ച് മറ്റേ മൊബൈലിൽ ഇരുന്നിട്ട് ഇത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് യു ഗെറ്റ് ഇറ്റ് ഓൺ ദി അതർ ഡിവൈസ്. സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. മറ്റേ ഡിവൈസിൽ സ്ക്രീനിൽ ഫോട്ടോ എടുത്തൂടെ, അല്ലെങ്കിൽ വീഡിയോ എടുത്തൂടെ. ഇത് ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ്, പലപ്പോഴും ചെയ്യുന്നതാണ്. സോ വൺ ടൈം വാച്ച് ഒന്നും അത്ര സേഫ് ഒന്നുമല്ല. ഓക്കെ. ഒരിക്കലും ഡിജിറ്റൽ സ്പേസ് അങ്ങനെ 100% പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. വെറുതെ വിചാരിക്കുകയാണ്. ഡിലീഷൻ എന്ന് പറയുന്ന കാര്യം മിഥ്യയാണ്. ഓക്കെ. നമ്മളറിയാതെ നമ്മളുടെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പ്രെഡായി പോയി. ചിലപ്പോൾ നമ്മളുടെ പെർമിഷൻ ഉണ്ടായിട്ടോ ഇല്ലാതെയോ പോയി. സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന്, നമ്മുടെ പെർമിഷനോട് കൂടിയിട്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലീഗൽ റിക്കോഴ്സ് നമുക്ക് കുറച്ച് കുറവായിരിക്കും. കാരണം ഫൈനലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പബ്ലിഷർ ആരാന്ന് വെച്ചാൽ നമ്മൾ തന്നെയാവും. അപ്പോൾ അതൊരു പക്ഷെ വിഡ്രോവലിന് എഗെയിൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും യൂറോപ്യൻ യൂണിയൻ അടക്കം ഉള്ള രാജ്യങ്ങളിൽ ഇതിന് വിഡ്രോവലിനുള്ള ചെറിയ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. ആ ഫോട്ടോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വീഡിയോ നമ്മുടെ തന്നെ ഹാൻഡ്സെറ്റിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റിൽ ഉണ്ടാവണം. അത് അതിനൊരു പർട്ടിക്കുലർ ഹാഷ് വാല്യൂ പോലെ, ഒരു സിഗ്നേച്ചർ പോലെ അതിനെ ജനറേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യും. ഇൻ്റർനെറ്റിൽ ദർ ഇസ് എ വൈഡ് സെർച്ച് ദാറ്റ് ഇസ് റൺ വേർ ഇതേ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടോ നോക്കിയിട്ട് അതിനെ പുൾ ഡൗൺ ചെയ്യാനായിട്ട്. എഗൈൻ ഈ പുൾ ഡൗൺ ചെയ്യാനായിട്ട് ഉള്ള ഒരു ചാലഞ്ച് എഗൈൻ ഐ എം ടെല്ലിങ് യു, ഇത്തരം കൺട്രീസിന് അബൈഡ് ചെയ്യുന്ന സെർവേഴ്സിൽ വേണം ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാൻ. ഇപ്പോൾ ഇന്ത്യ ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ പോലീസാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ പോലീസ് നോട്ടീസ് അയച്ചിട്ട് അവരത് പുൾ ഡൗൺ ചെയ്യണമെങ്കിൽ അത് ഇന്ത്യൻ പോലീസ് പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യതയുള്ള സെർവേഴ്സ് ആയിരിക്കണം. വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഇന്ത്യ ആയിട്ട് യാതൊരു കണ്ടീഷനിങ്ങും ഇല്ലാത്ത ഒരു സെർവർ ആണെന്നുണ്ടെങ്കിൽ അവരത് കേൾക്കണം എന്നൊരു നിർബന്ധമില്ല, കേൾക്കില്ല. ബിക്കോസ് ദെൻ ദേ നോ ദാറ്റ് ദിസ് തിങ് ഇസ് ഇൻ ഡിമാൻഡ്. മനസ്സിലായി. ഓക്കെ. ഇപ്പോൾ മാം ശ്രദ്ധിച്ച് കാണുമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ഒരു കപ്പിളിൻ്റെ ഇൻറ്റിമേറ്റ് വീഡിയോസ്, വിഷ്വൽസ് പോൺ സൈറ്റ്സിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് എവിടെയാണ് എന്താണ് പോവുക എന്നുള്ളത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പേടിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇത്തരം ഏതൊക്കെ സിനാരിയോസിൽ നമ്മളിപ്പോൾ അവെയർഡ് ആവേണ്ടതുണ്ട്? ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CCTV ക്യാമറ വെക്കുന്ന എല്ലായിടത്തും ഡിസ്പ്ലേ വേണം ദാറ്റ് യു ആർ അണ്ടർ CCTV സർവൈലൻസ്. CCTV സർവൈലൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം കോംപ്രമൈസ്ഡ് ആണെന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഒരു ഭാഗം ഇത് സിവിലിയൻസ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ലേമാൻ എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളതാണ്. ഇനി ഈ CCTV സ്ഥാപിക്കുന്ന ആൾക്കാരുടെ ഒരു ലയബിലിറ്റി ഉണ്ട്. അതായത് ഇതിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റെക്കോർഡഡ് വീഡിയോ വരുമല്ലോ, ആ ഡേറ്റ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ആരുടെയൊക്കെ കയ്യിലേക്ക് പോവാം, അതിനൊരു ലീഗൽ ഓബ്ലിഗേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. എൻ്റെ വീട്ടിനകത്ത് ഞാൻ വെച്ചിട്ടുള്ള CCTV ക്യാമറയുടെ റെക്കോർഡിങ് ഞാൻ അത് എൻ്റെ സമ്മതമില്ലാതെ എവിടെയും പോകാൻ പാടില്ല. സോ ഹൂസ് ദ ഓണർ ഓഫ് ദ ഡേറ്റ, അത് ഡിഫൈൻഡ് ആണ്. അത് പോവാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതിനും ഡെഫിനേഷൻ ഉണ്ട്. അത് ഞാൻ ലീഗലി ഒബ്ലൈസ്ഡ് ആയിട്ട് കൊടുക്കേണ്ടത് ലീഗൽ സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ്. പോലീസ് ചോദിക്കുക,
കോടതികൾ ചോദിക്കുക. ഇത് രണ്ടും ചോദിച്ചാൽ മാത്രമേ ഞാൻ കൊടുക്കാൻ എൻ്റെ ബാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ പാടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എൻ്റെ ഓണർഷിപ്പിലാണ്, എൻ്റെ റിസ്കിലാണ്. അത് ഞാൻ വേറൊരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ക്ലിയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടേംസിലാണ്. മനസ്സിലായി. വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത്തരം തിയേറ്റേഴ്സ് നീ ഇത് പോയിട്ടുണ്ടെങ്കിൽ തിയേറ്റർ പീപ്പിൾ ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. എന്തുകൊണ്ട് ആരും അത് ലീഗലി എടുക്കാഞ്ഞെന്ന് എനിക്കില്ല. നോബഡി ഹാസ് കൺസൾട്ടഡ് മീ. വാൻസോൽ വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പറയും ലീഗലി പോകാനായിട്ട്. അതിനുള്ള വകുപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ട് ആരും വരാത്ത അല്ലെങ്കിൽ പോവാത്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചൈൽഡ് പോണോഗ്രാഫിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്കതറിയാം. അത് കാണുന്നതും തെറ്റാ, അത് പ്രോസസ്സ് ചെയ്യുന്നതും തെറ്റാണ്, ഷെയർ ചെയ്യുന്നതും തെറ്റാണ് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ചൈൽഡ് പോർണോഗ്രഫിയിൽ ഒരു കാര്യം കൂടിയുണ്ട്, ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി എക്സ്പോസ് ടു പോർണോഗ്രഫി ഓൾസോ. അതും ഒരു കാര്യമുണ്ട്. അപ്പോൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പോർണോഗ്രഫി മാത്രമല്ല, കുട്ടികളുടെ പോർണോഗ്രഫി കാണുന്നതോ പൊസസ് ചെയ്യണതോ ട്രാൻസ്മിറ്റ് ചെയ്യണതോ പബ്ലിഷ് ചെയ്യണതോ മാത്രമല്ല, പോർണോഗ്രഫി എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടികളെ കാണിക്കുന്നതോ എക്സ്പോസ് ചെയ്യുന്നതോ കുറ്റമാണ്. ഓക്കെ. പക്ഷേ ഇത്തരം ഈ ചൈൽഡ് പോർണോഗ്രഫി ഇപ്പോൾ കാണുന്ന ഒരാൾ നമ്മൾ എല്ലാവരും അങ്ങനെ എക്സ്പോസ് ചെയ്യിക്കാൻ പറ്റാറുണ്ടോ? പറ്റാറില്ല. അതെന്തുകൊണ്ടാണ്? സോഷ്യൽ സ്റ്റിഗ്മയാണ്. അതിനകത്ത് ലീഗലി ഒരു കാര്യവും പറയാനില്ല. അത് സോഷ്യൽ സ്റ്റിഗ്മ മാത്രമാണ്. പലപ്പോഴും കുട്ടികൾ തന്നെ അത് ഡിസ്കസ് ചെയ്യില്ല. പലപ്പോഴും കുട്ടികൾ ഡിസ്കസ് ചെയ്താലും അവരുടെ ചുറ്റുമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് ഇല്ലാതെ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ ഇപ്പോഴും നോട്ട് അപ് ടു ദ മാർക്ക്. യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വെരി സോറി ടു സേ അബ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. മിസ്യൂസിങ്, അബ്യൂസിങ് എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് അതിനകത്ത് കൂടുതലും ചേരുന്നത്. സോ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല, കുട്ടികൾക്ക് അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുള്ളൂ. അതിനകത്ത് അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഐ വിൽ സ്റ്റാൻഡ് ബൈ ദിസ് ഒപ്പീനിയൻ. അതിന് എന്ത് വന്നാലും വെരി ട്രൂലി അത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓൺലി മിസ്യൂസ്ഡ് ആൻഡ് അബ്യൂസ്ഡ്. അപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കാര്യം ഫേസ് ചെയ്തു, ആ കുട്ടി വന്നിട്ട് പറയുന്ന ഒരു എൻവയറമെൻ്റ് ഉണ്ടാവും. അത് ടീച്ചേഴ്സ് ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, അഡൾട്ട്സ് ആയിരിക്കും, ബാക്കിയുള്ള അഡൾട്ട് സൊസൈറ്റി, അവരാരും അത്രയും സപ്പോർട്ടീവ് ആവണം എന്നില്ല. എല്ലാവർക്കും ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. പറയുമ്പോൾ എന്താ അതുപോലെ തന്നെ അതിനെ ഡീൽ ചെയ്തോളണം എന്നുമില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഈസ് ടേക്കിംഗ് എ ലോങ് ടൈം ഫോർ ദാറ്റ് ഈവൻ നൗ. കാരണം നമ്മളൊരു 2 കൊല്ലം 4 കൊല്ലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ഒരു 4 വർഷമാണ് പോകുന്നത്. അതൊരു ചൈൽഡ്ഹുഡിലെ 4 years ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിഡിൽ ഏജിലൊരു 4 years എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയൊന്നും കുഴപ്പമില്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പം എനിക്കറിയില്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മിഡിൽ ഏജിലെ ഒരു 4 years എന്ന് പറയുമ്പോൾ എന്നെക്കാട്ടിലും 4 വയസ്സിന് താഴെയുള്ള ഒരാൾ എന്നെ വന്ന് കാണുമ്പോഴും എനിക്കൊരു പിയറാണ്. പക്ഷേ ഒരു 4 വയസ്സുകാരൻ ഒരു 8 വയസ്സുകാരൻ്റെ ഒരിക്കലും ഒരു പിയർ ആവില്ല. അവരെപ്പോഴും സീനിയർ. സോ ദാറ്റ് ടൈം സ്പാൻ ഇസ് വെരി ലാർജ് ഫോർ ദ ചിൽഡ്രൻ ടു. അതും ഒരു പ്രോബ്ലം ആയിരിക്കണം. സോഷ്യൽ സ്റ്റിഗ്മ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇതിപ്പോൾ കരിയറിലെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഓഫീസർ എന്ന നിലയിൽ ഇത്തരം ഷോക്കിംഗ് കേസസ് വന്നിട്ടുണ്ടോ? ഇവിടെ സൈബറിൽ നമ്മൾ ഞെട്ടിപ്പിച്ച് കളഞ്ഞിട്ടുള്ള കേസസ് ഉണ്ടാവാറുണ്ടോ? ഓ തീർച്ചയായിട്ടും. സൈബറിനകത്ത് ഞെട്ടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ മാത്രം യൂസ് ചെയ്തിട്ട് സൈബറിലെ കേസ് മാത്രമൊന്നും അല്ല ഞെട്ടിപ്പിക്കാറുള്ളത്. ബേസിക്കലി എനിക്ക് ഫ്രോം എൻ്റെ താങ്ക്ഫുള്ളി ഐ ഹാവ് ഹാഡ് എ ബ്രില്യൻ ചൈൽഡ്ഹുഡ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വായിച്ച ഫിക്ഷൻ ബുക്കിനെക്കാട്ടിലും എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുന്ന ചില ഇഷ്യൂസ്, ഇതുപോലെ തന്നെ ചൈൽഡ് അബ്യൂസ് ഇഷ്യൂസ് വെയർ ചിൽഡ്രൻ ആർ അബ്യൂസ്ഡ് ബൈ ദെയർ ഓൺ കിത്ത് ആൻഡ് കിൻ. അതും ആ അബ്യൂസിനെ റെക്കോർഡ് ചെയ്യുക, അത് എന്നിട്ട് അതിന് സെല്ല് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരിക, അതിന് ഈവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇറ്റ് ഇസ് റിയലി സ്കെയറി. ഒന്ന്. രണ്ടാമത്തെ കാര്യം വന്നിട്ടുള്ള ചില കേസുകളിൽ ഫാമിലി റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ചൈൽഡ് അബ്ഡക്ഷൻ കേസസ്. ആ കുട്ടിയുടെ ഒരു തെറ്റും കൊണ്ടും അല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ എക്സ്പോസ് ടു ഓൺലൈൻ ഗെയിംസ്. ആ ഓൺലൈൻ ഗെയിംസും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെയും എക്സ്പോഷർ കാരണം എൻകൗണ്ടർ ചെയ്യുന്ന കുറേ ഫ്രണ്ട്ഷിപ്സ്, അതിൽ കൂടെ ഈ പറയുന്ന ആൾക്കാരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്നത് ഫോർ ഡ്രഗ്
ട്രാൻസ്ഫർ, ഫോർ മണി ട്രാൻസ്ഫർ, പിന്നെ അവരെ കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നത്. ഐ തിങ്ക് നമ്മൾ മീഡിയയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഗെയിം നെയിമൊക്കെ ഉണ്ട്. ബട്ട് വാട്ട് എവർ, അതൊക്കെ ജസ്റ്റ് വൺ അമംഗ് ദ മില്യൻസ് ഓഫ് ദി ഗെയിംസ് ആണ്. അങ്ങനെയുള്ള ഇതിനകത്ത് വരുന്ന സമയത്തുള്ള എൻകൗണ്ടേഴ്സ്, ട്രാൻസാക്ഷൻസ്, അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആവണ ചില ഇഷ്യൂസ്, വീട്ടിൽ തന്നെ എൻകൗണ്ടർ ചെയ്യുന്ന ക്രൈംസ്, പലവരും വീട്ടുകാരെ ഹാം ചെയ്യുന്നു, വീട്ടിൽ മോഷണങ്ങൾ നടത്തുന്നു. അതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ശീലിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വേറെ ചിൽഡ്രൻ ഹാം ദെംസെൽസ്, ദേ പെയിൻറ്റ് ഇൻ ബ്ലഡ് ആൻഡ് ദേ കിൽ ദെംസെൽസ്, ദേ ട്രൈ ടു കിൽ ദെംസെൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ കുട്ടികൾ ദേ ഗോട്ട് ഇതിങ്ങനെ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല, ദേ ഗെറ്റ് നോർമലൈസ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. അവർക്ക് വയലൻസ് കാണുന്നത് നോർമലാണ്, ചില വാക്കുകൾ യൂസ് ചെയ്യുന്നത് വളരെ നോർമലാണ്. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ആണ്, നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാനായിട്ട് അസഭ്യത ഉപയോഗിക്കാതെ പറയാൻ പറ്റില്ലേ? അഭിപ്രായം പറയുന്നതിൽ അഭിപ്രായമല്ലേ ഇമ്പോർട്ടൻ്റ്, അല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്കല്ലല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. പലപ്പോഴും അതും നമ്മളും കുട്ടികൾക്ക് അതും നോർമലൈസ്ഡായി. ഇന്നത്തെ എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും ഒരു ഫോമൽ പ്രസൻറ്റേഷൻ ലാംഗ്വേജ് അറിയാതായത് അതൊക്കെ നോർമലൈസ്ഡായിപ്പോയി. അപ്പോൾ അത്തരം നോർമലൈസേഷനിൽ വരുമ്പോൾ അവരുടെ റിയാക്ഷനും അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഏതൊരു വ്ളോഗറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 2ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ വന്നിട്ടാണ് ഓൺലൈനിൽ വന്നിട്ട് മുഖ്യമന്ത്രിയെ കത്തിക്കും, കേരളം കത്തിക്കും. വളരെ തമാശയാണ്. കാരണം ഞങ്ങളിരുന്നിട്ട് ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ കേരളം എവിടെയാണെന്ന് മാപ്പിൽ കാണിക്കാൻ അറിയില്ല, മുഖ്യമന്ത്രി ആരാന്ന് അറിയില്ല, എന്നാലും പക്ഷെ കത്തിക്കൂല. അത്തരമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തമാശ എന്ന് പറയുന്നത്, പക്ഷെ ആ സമയത്ത് ഇതേ ചെറിയ കുട്ടികൾ തന്നെയാണ് വലുതായിട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ബീയിങ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്ന് ആലോചിക്കണം. അവരുടെ കുട്ടിത്തമല്ല അവിടെ, അവർ അതേ വാല്യൂവിലാണ് അവരും വലുതാവണേ. അഗൈൻ ഞാൻ മൊറാലിറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്, ബട്ട് സീരിയസ്ലി on terms of normalizing certain behavior, certain things. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓൺലൈൻ ഗെയിംസ് ഹാവ് എ ലോട്ട് ഓഫ് ബിഗ് റോൾ ടു പ്ലേ. ആ ഓൺലൈൻ ഗെയിംസിൽ കാരണം ഇവർ പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ ഏജ് ഗ്രൂപ്പ് ആയിട്ടല്ല, അവരുടെ സീനിയേഴ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവർ 2-3 പേര് ചെറിയ കുട്ടികളുണ്ടാവും, ഒരു 10-12 പേര് വലിയ കുട്ടികളുണ്ടാവും. ഈ വലിയ കുട്ടികൾ സംസാരിക്കുന്ന ഭാഷ, ഉപയോഗിക്കുന്ന ഭാഷ, ഇതെല്ലാം ഇവർ കേൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യും, ഇത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നോർമലൈസ്ഡ് ആയിട്ട് വരുമ്പോഴുള്ള പാറ്റേണിൽ ഡ്രഗ്സ് വരുന്നുണ്ട്, സെക്ഷൽ അബ്യൂസ് വരുന്നുണ്ട്, ഇത്തരം മണി ഇഷ്യൂ ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇതൊക്കെ എങ്ങനെ സോർട്ട് ചെയ്യും എന്നുള്ളതിനേക്കാളും ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ എങ്ങനെ വിശ്വസിപ്പിക്കും, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, അത് ഞങ്ങൾക്കതൊരു ടോർച്ചറാണ്. വാൻസോനകത്ത് അത് ഞങ്ങൾക്ക് ഭയങ്കര ടോർച്ചറാണ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം നമ്മളിപ്പോൾ ഈയിടെയായിട്ട് പറയുന്ന പോലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോലെ പിള്ളേർക്ക് ഈ ഓൺലൈൻ സേഫ്റ്റിയെ പറ്റി ഭയങ്കരമായിട്ട് ക്ലാസ് സ്കൂളിൽ ചെന്ന് അവയർനെസ് കൊടുക്കേണ്ട കാര്യമാണ് തോന്നുന്നല്ലേ? ആൻഡ് യു ടെല്ലിങ് മീ, ഞാൻ 10-23 കൊല്ലമായിട്ട് ചെയ്യുന്നൊരു ഇനീഷ്യേറ്റീവാണ്. പേഴ്സണലി ഞാൻ പോയി എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാൻസോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ക്യാപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, സൈബർ അവയർനെസ് പ്രോഗ്രാം. ഇത്രയും സ്കൂളുകളിലും കോളേജിലും പോയിട്ട് നമ്മൾ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. ഐ തിങ്ക് വി ഹാവ് ട്രെയിൻഡ് മോർ ദാൻ 600+ സ്കൂൾസിനെ. അതിനകത്ത് അത്രയും കുട്ടികളെ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇവരും വലുതാവുമല്ലേ, അവൻ നെക്സ്റ്റ് ജനറേഷൻ ഇല്ല. ഐ തിങ്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണ്. സ്കൂൾസ് ആണെങ്കിലും ശരി, ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, പേരൻസ് ആണെങ്കിലും ശരി, ഇവരെല്ലാവരും ഒരുമിച്ച് വിചാരിക്കാണ്ട് ഇതിനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മാം പഴയ പോലെ അല്ലല്ലോ, ഇപ്പോൾ കുട്ടികളും നമ്മൾ ഇപ്പോൾ ഒരു 3 വയസ്സായ കുട്ടി തൊട്ട് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നില്ലേ? അതായത് 3 വയസ്സായ കുട്ടി തൊട്ട് പ്രായമായ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും അമ്മമ്മയും അടക്കം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു സിനാരിയോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സൈബർ കേസസ് ഇവിടെ കൂടുതലാണ് എന്നുള്ളത് തന്നെ അറിയാം. ഇനി മുതൽ ഇനിയും കൂടെയല്ലേ ഉള്ളൂ, കാരണം പിള്ളേരടക്കം ഉപയോഗിക്കുകയല്ലേ, പ്രായമായവരടക്കം ഇതിൻ്റെ ഒരു ടെക്നിക്ക് അറിയാത്ത ആൾക്കാരടക്കം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അഗൈൻ ഇതൊരു കോവിഡ് ഇൻഫ്ലുവൻസ് ആണ്. കാരണം കോവിഡ് കാലത്താണ് ജീരിയാട്രിക് ഇഷ്യൂസ് നമുക്ക് കൂടുതലും വന്നു തുടങ്ങിയത്. കാരണം എല്ലാവരും ഒന്ന് ഐസൊലേറ്റഡ് ആയി, അവർക്ക് സംസാരിക്കാൻ ആളില്ല, അവരുടെ ഫ്രീഡത്തിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അഡൾട്ട്സിനും മറ്റേത് ബാങ്കിൽ പോയിട്ടാണ് ചെയ്തിരുന്നത്. ഇത് 2018 I lost my father. I don't remember my father doing a digital transaction. മൂപ്പര് നടന്നു പോയി ബാങ്കിൽ പോവും, ബാങ്കിൽ നിന്ന് ചെക്ക് ചെയ്ത്, ഇതൊക്കെയാണ് മൂപ്പരുടെ ഒരു ശീലം ഉണ്ടായിരുന്നത്. ബട്ട് ഇന്ന് ഐ തിങ്ക് ഇഫ് മൈ ഫാദർ വാസ് അച്ഛനും അത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയേനെ. കൺവീനിയൻസ് ആണല്ലോ, ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട.
അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിജിറ്റലി അവൈലബിൾ ആവുക. അതേസമയം ഇത് ശീലമില്ലാത്ത കാര്യങ്ങളാണ്, ഇത് പഠിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പലതും വിശ്വസനീയമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് റിട്ടയർഡ് ആൾക്കാരാണ് ഡിജിറ്റൽ അറസ്റ്റിൽ വരുന്നത്. കാരണം അവരുടെ കയ്യിൽ ഫണ്ടുണ്ട്, അവരുടെ കയ്യിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുള്ള കാര്യങ്ങളുണ്ട്, അവർ സോഷ്യലി ഭയങ്കര സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ്. കാരണം അവരൊക്കെ ലൈഫിൽ പ്രൂവ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം ഹൂ വാണ്ട്സ് ടു ഹിയർ എ പോക്സോ കേസ് അഗൈൻസ്റ്റ് ദം? അവരൊരു ടെററിസ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ അതുപോലെ അവരെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ്. കാരണം വയസ്സായി, ദേ ആർ ഇൻ ദാറ്റ് യുനോ റിലാക്സിങ് ഫേസ് ഓഫ് ദെയർ ലൈഫിൽ വരുന്ന സമയത്ത് അവർക്ക് അത് പേടിയാണ്. ആ ഒരു സ്റ്റിഗ്മറ്റൈസും ആ ഫിയറുമാണ് അവരെല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ജീരിയാട്രിക് ഇഷ്യൂ വന്നിട്ടുള്ളത് കോവിഡിന് ശേഷമാണ്. ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുക ആദ്യം, അപ്പോൾ അവരുടെ ഡേറ്റ കിട്ടുകയാണ് കൂടുതൽ. പിന്നെ പെൻഷൻ കിട്ടണ ഇതെല്ലാം ഓൺലൈൻ ആയില്ലേ, ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സ്കാരി. നമ്മൾ പെട്ടെന്നൊരു ദിവസമുള്ള നമ്മുടെ ചൈനീസ് ആപ്സ് ഇവിടെ ബാൻ ചെയ്തത്, അതുപോലെ തന്നെ നമ്മൾ നോട്ട് നിരോധനം വന്നു, അതുപോലെ എപ്പോഴെങ്കിലും ഇന്ത്യയിലെ മൊബൈൽ ഫോൺസ് നോട്ട് നിരോധനം വരുന്നതിന് മുമ്പ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കുറേയൊക്കെ ഫെമിലിയറൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നോട്ട് നിരോധനം വന്നത്. അപ്പോൾ ഇതിനൊരു പകരമായിട്ടുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ മാത്രമല്ലാതെ ഇപ്പോൾ പലപ്പോഴും വരുന്ന ഒരു ഡിബേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധിച്ചു, ഇറ്റ് ബിക്കെയിം എ ക്രൈം. ഇന്ത്യയിൽ അത് വന്നാൽ എന്താവുമെന്ന്. നമ്മളൊരു ക്രൈസിസ് കാണും, ഉറപ്പായിട്ടും ക്രൈസിസ് കാണും. കുട്ടികൾ അഡാപ്റ്റ് ചെയ്യും. ഐ എം നോട്ട് സെയിങ് കുട്ടികൾ അഡാപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. തീരെ ചെറിയ കുട്ടികൾ അഡാപ്റ്റ് ചെയ്യും, വേഗം അഡാപ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ ടെക്നോളജിയോട് അഡാപ്റ്റ് ചെയ്ത പോലെ തന്നെ മൈനസ് ടെക്നോളജിയും അഡാപ്റ്റ് ചെയ്യും. ഹ്യൂമൻസ് ആർ മെയ്ഡ് ഫോർ ദാറ്റ്. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. പക്ഷേ ഇനീഷ്യലി ഒരു കെയോസ് ഉണ്ടാവും. നമ്മളിപ്പോൾ കൊറോണയുടെ ഇനീഷ്യൽ ഫസ്റ്റ് 3 months കണ്ട ഒരു കെയോസ് പോലെ ഒരു കെയോസ് ഉണ്ടാവും. ഫസ്റ്റ് 3 months കൊറോണ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികൾക്ക് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്ന് മാറി ടെക്നോളജിയുടെ കൂടെ ബ്രിഡ്ജ്ഡായിട്ടും ടൈഡ് ഡൗൺ ആയിട്ടാണെങ്കിലും വീട്ടിനകത്ത് ഒരൊറ്റ മുറിയിൽ പേരൻസും അവരും ഒരുമിച്ചിരിക്കുക. അവർക്ക് ഒരു മീ ടൈം ഇല്ലാണ്ടായി ഗാജറ്റായിട്ട്. മറ്റേത് അച്ഛനും അമ്മയും ജോലിയിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും ഇതല്ല, എല്ലാ സമയത്തും എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സമയം വരിക, അവർക്ക് അവരുടെ സ്പേസിൽ അവരുടെ ട്രാൻസാക്ഷൻസ് പറ്റാതാവുക, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾ ഫസ്റ്റ് 3 months കണ്ടിരുന്നു. ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ്, ഒരുപാട് ഇതുപോലെ സെൽഫ് ഹാംസ് ഒക്കെ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സമയമായിരുന്നു കൊറോണ ഫസ്റ്റ് 3 months. ഇറ്റ് വാസ് റിയലി സ്കെയറി. പക്ഷെ പിന്നെ കുറച്ച് നാൾ ഞങ്ങൾക്ക് ഭയങ്കര കാമായിരുന്നു. തന്നെ പിള്ളേരെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ഞങ്ങൾ ഫേസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് എൻകൗണ്ടർ ചെയ്യാത്തൊരു കാലം വന്നു. പിന്നെ എഡ്യൂക്കേഷൻ മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് മാറിയപ്പോഴാണ് വീണ്ടും തുടങ്ങിയത് ഓൺലൈൻ ഗെയിംസ് ബിക്കെയിം എ ബിഗ് ടാർഗറ്റ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് തുടങ്ങി. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിൻ്റെ സമയത്ത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ഈ പോർണോഗ്രാഫിക് കണ്ടൻറ്റ് കാണിക്കുക. അങ്ങനെ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോർണോഗ്രാഫിക് കണ്ടൻറ്റ് വീഡിയോ കാണിക്കുക, അതിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് വരും. സോ അപ്പോൾ എന്നിട്ട് ആ കയറി ഇത് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഡേറ്റയും എടുത്തിട്ട് പോവാണ്. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് കിട്ടുകയാണ്. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഞങ്ങൾ ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ഓൺലി ഇൻ ദി 2nd or 3rd കൊറോണ റൗണ്ട് എന്ന് പറയില്ലേ, ആ ലെവലിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 3 months കഴിയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടിയ ഒരു പീരീഡായിരുന്നു. നമ്മൾ അഡോപ്റ്റ് ചെയ്യും, പക്ഷെ ഒരു കെയോസ് ഉണ്ടാവും, 100% കെയോസ്. അത് ഒന്ന് ആലോചിച്ചാൽ മതി, മൊബൈൽ ഇല്ലാണ്ട് ഒരു ദിവസം ഒന്ന് ജീവിച്ച് ട്രൈ ചെയ്താൽ മതി. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു സംഭവം ഓർമ്മ. അതായത് ചില സമയത്തെങ്കിലും നമുക്ക് ഈ പല കമ്പനീസിൻ്റെ ഡിസ്കൗണ്ടുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പുതിയ സംഭവം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ചില കോളുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കില്ലേ. ഇവർക്ക് ഈ ഡാറ്റ കിട്ടുന്നത് എവിടെ? നമ്മളുടെ നമ്പർ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ തന്നെ കൊടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ തന്നെ വല്ല പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ റോട്ടറി മെമ്പർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ലയൺസ് മെമ്പർഷിപ്പ് ആയിരിക്കാം, അതൊക്കെ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഇനി അത്തരം നമ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത ഓർഗനൈസേഷൻസ് വേറെ ആൾക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും 2 വട്ടമല്ല 200 വട്ടം ആലോചിക്കണം. കാരണം 250 കോടി വരെ ഫൈൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഇറ്റ്സ് എ ഫാക്ട് നൗ. എല്ലാ കളക്ടേഴ്സും ഡേറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ ഈ നിയമവ്യവസ്ഥയുടെ അടിയിൽ you have to be obliged, you have to learn how to maintain data, you have to be secure.
16 മാസം കൂടി ഇനി ഇന്ത്യയിലുള്ളൂ ഇത് കംപ്ലൈൻ്റ് ആവാനായിട്ട്. 2027 മെയ് ആകുമ്പോഴേക്കും ഫൈനുകൾ വന്നു തുടങ്ങും. ആണല്ലേ? അതെ, ഫൈനുകൾ വന്നു തുടങ്ങുന്ന പറഞ്ഞാൽ ഫൈനുകൾ ഈ പറഞ്ഞ പോലെ കുറച്ച് അധികം നമ്മൾ കാണും. കാരണം ഈ പറഞ്ഞ ഡേറ്റ എന്താ എന്നുള്ളതിനെ പോലും ഡെഫിനേഷൻ ആൾക്കാർക്ക് പൊതുവെ അറിയില്ല. ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പല ഓർഗനൈസേഷൻസിനും അറിയില്ല. അവർ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവും, അത് 5 കൊല്ലം മുമ്പ് കളക്ട് ചെയ്തതാണ്, അവർക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരൊരു ഇഷ്യൂ. അല്ലെങ്കിൽ അവരപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അത് അവരുടെ സെർവറിൽ കിടക്കുന്നുണ്ടോ, അവരുടെ ബാക്കപ്പ് ഡ്രൈവിൽ കിടക്കുന്നുണ്ടോ, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ഒരു ഓർഗനൈസേഷനും ചിന്തിക്കുന്നില്ല. അതൊക്കെ ഇനി പണിയാവും ശരിക്കും. എവറിബഡി വിൽ ഗെറ്റ് ഇൻടു ട്രബിൾ. ഓക്കെ. അതുപോലെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതാണ്, അതായത് ചിലപ്പോഴെങ്കിലും നമ്മൾ വാട്സപ്പിലേക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, അതായത് നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട് ഇത്ര റേറ്റിംഗ് കൊടുക്കും, നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ ഇത് 1-2 തവണ ചെയ്ത് നോക്കും. ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുമ്പോൾ ഇവർ പിന്നെയും അയച്ചു തരുമ്പോൾ ഇവർ പിന്നെ ഇത് വലിയൊരു സ്കാമാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഭാഗത്താണ് വിക്ടിംസ് വരിക. ഇപ്പോൾ ഇത് ഒരു കാര്യം പറഞ്ഞു, ഒരു സാധനം ചെയ്ത് നോക്കുമ്പോൾ ഓൺലൈൻ ജോബ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ ഇത് എടുക്കണമെന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയാണല്ലോ, എന്തായാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സ്ഥലത്ത് തൊട്ടാൽ പോലെ തൊടുന്നതിന് പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ സുഖമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നു, ആ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. 2 പ്രാവശ്യം 200 ചില്ലാൻ രൂപ 1000 രൂപയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റഡ് ആവുന്നു. നമ്മൾ പോയിട്ട് ഇതിന് എൻറോൾ ചെയ്യുന്നു. എൻറോൾ ചെയ്യാനായിട്ട് നമ്മൾ അവരൊരു ലിങ്ക് അയച്ചു തരുന്നു, അല്ലെങ്കിൽ ഒരു ആപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നു, കയറുന്നു. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ കോംപ്രമൈസ്ഡ് ആയി. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. ഈ 200 1000 അയച്ചു തരുന്നത് ഇതുപോലെ വേറെ ഏതെങ്കിലും സ്കാമിൽ പെട്ടിട്ട് പൈസ അയച്ചു കൊടുക്കുന്ന വിക്ടിംസിൻ്റെ അടുത്താണ് പറയുക, ഈ അക്കൗണ്ടിലേക്ക് 200 രൂപ അയച്ചു കൊടുക്കൂട്ടോ, ഈ അക്കൗണ്ടിലേക്ക് 1000 രൂപ അയച്ചു കൊടുക്കൂട്ടോ. അപ്പോൾ എന്തായി, വേറെ ആരോ എന്തോ പ്രോമിസിൻ്റെ പേരിൽ അയച്ചു തരുന്ന പൈസയാണ് ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ പ്രോമിസ് നിറവേറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കുക ആരുടെ പേരില്ല, ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ അയച്ചാൽ അവർക്കല്ലേ അയച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. ഇനി അവരെയും പറ്റിച്ചിട്ടുണ്ടാവും, ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, ഡിജിറ്റൽ അറസ്റ്റ് ആവാം, അതല്ലാന്ന് ഇതുപോലെ തന്നെ ജോബ് സ്കാംസ് ആവാം, അല്ലെങ്കിൽ വിസ ആയിരിക്കാം, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫ്രോഡായിരിക്കാം, ഇതുപോലെ പല കാര്യങ്ങളും ആയിരിക്കാം. അതുപോലെ ചിലപ്പോൾ വല്ല പ്രോഡക്റ്റ് സെയിലാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആയിരിക്കും അവരെ പെടുത്തിയിട്ടുണ്ടാവാം. ഇനി ഇത്തരം അക്കൗണ്ട്സ് വെച്ച് ട്രാൻസാക്ട് ചെയ്യാൻ പല യങ്സ്റ്റേഴ്സിനെയും പല അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ക്രെഡൻഷ്യൽസ് വാങ്ങിക്കും. ഈ വാങ്ങിച്ച ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട്സ് വെച്ചിട്ടാണ് ഇവർ ഡീൽ ചെയ്യുക. മ്യൂൾ അക്കൗണ്ട്സ് എന്ന് പറയും. അപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ട് എൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് ഞാൻ എൻ്റെ പെർമിഷനിലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗൈൻ ദാറ്റ്സ് എ ക്രൈം. മണി ലോണ്ടറിങ്ങിൻ്റെ അടിയിൽ വരും. അത്ര ഒരുപാട് യങ്സ്റ്റേഴ്സ് മ്യൂൾ അക്കൗണ്ട്സിൻ്റെ അടിയിൽ പെട്ടുപോകുന്നുണ്ട്. ഒരുപാട് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റൂറൽ ഏരിയയിലുള്ള ആൾക്കാർ. അപ്പോൾ അവരോട് പറയാം, എന്താ നിങ്ങളുടെ ആധാർ കാർഡും സിഗ്നേച്ചറും സാധനവും ഫോമിൽ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ തരാം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ 2000 രൂപ അന്നത്തെ ദിവസത്തേക്ക് ഭയങ്കര വലിയ പൈസയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നം, അത് നിറച്ചും അവരോടൊക്കെ ചോദിച്ചാൽ എന്താ പറയണത്, പോകുമ്പോൾ ഞങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കുകയാണ് ഓരോരുത്തർക്ക്. പിന്നെ ഇവർ വന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം, അപ്പോൾ ആധാർ കാർഡ് കൊടുത്തു, ഒരു ഫോമിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ എന്താ 2000 രൂപ തരണേനല്ലേ ഒരു ഫോം ഫില്ല് ചെയ്യണേ, റെസീറ്റ് സൈൻ ചെയ്യാന്നുള്ളൊരു ധാരണയിലാണ് കൊടുക്കണേ. തമ്പ് കൊടുക്കുന്നു, ഇതങ്ങ് പോകുന്നു, മ്യൂൾ അക്കൗണ്ട് തുറക്കുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ATM കാർഡും പിൻ നമ്പറും കൂടി കൊടുക്കുന്നു. ആൻഡ് ദെൻ അത് കഴിഞ്ഞാൽ ഈ ക്രിമിനൽസാണ് ട്രാൻസാക്ട് ചെയ്യുന്ന അക്കൗണ്ട് മുഴുവനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ തരം ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചിട്ട് ചില ലോൺ ആപ്സിലേക്ക് അല്ലെങ്കിൽ ലോൺസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ലോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലോൺ വന്നിട്ടുണ്ടാവും, ആ പൈസയും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. എന്നെയും തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് അയ്യോ തെറ്റി ക്രെഡിറ്റ് ചെയ്തിട്ടോ, അപ്പോൾ വലിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരുമ്പോൾ എൻ്റെ പൈസയല്ല എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് ഇതുപോലെ അയച്ചു കൊടുക്കും. അപ്പോൾ എന്തായി, ഞാൻ ലോണിന് പേ ചെയ്യാൻ ഐ എം ലയബിൾ. എൻ്റെ എഗെയിൻസ്റ്റ് വരുന്ന ക്രിമിനൽ കംപ്ലൈൻറ്റുകൾ ഞാൻ ഡീൽ ചെയ്യണം. എൻ്റെ പൈസ പോയതൊരു ഇഷ്യൂ. അപ്പോൾ ആൻഡ് മ്യൂൾ അക്കൗണ്ട്സ് ഇൻവോൾവ് ആണെങ്കിൽ അവരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്കാം വരുന്ന സമയത്ത് നമ്മൾ ഒരു വിക്ടിമിനെ അല്ല നോക്കുക, മോസ്റ്റ്ലി ഓൾ ദി ആംഗിൾസ്. ഇപ്പോൾ ഒക്ടോബസിൻ്റെ കാല് പോലെയാണ്, അതിനകത്തെ ഓരോ കാലിൻ്റെ അറ്റത്തും വിക്ടിംസ് ആയിരിക്കും. എൻ്റെ സെൻറ്റർ പോയിന്റ് മാത്രമേ ആക്ച്വലി ഒരു ക്രിമിനൽ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അത് മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിൽ അത് അവർ മലയാളികളെ ടാർഗറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർ വേഗം ചെയ്യുക വേറെ സ്ഥലത്താണ്. കാരണം ഇപ്പോൾ സപ്പോസ് അവർ ആസാമിലോ ബീഹാറിലോ ഒറ്റ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് പോലീസ് ഇവിടം വരെ വരണ്ടേ, അതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് കിട്ടും. ഇവരും കുറച്ചൊക്കെ പഠിച്ചിട്ടായിരിക്കുമല്ലോ.
പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മൾ പല സ്കാംസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെയും ആൾക്കാർ ഇതൊക്കെ പഠിച്ച് ചെയ്യുന്നുണ്ട്. തൊട്ട് അയൽവാസിയെ വരെ പറ്റിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതേപോലെ ജോബ് സ്കാംസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരം ഇതിനകത്ത് പല രാജ്യങ്ങളിലും നമ്മുടെ മലയാളി കുട്ടികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ കൊണ്ടുപോയി ക്യാമ്പ് ചെയ്യിച്ച് അവരെ കൊണ്ട് ഇത്തരം കോളുകൾ ചെയ്യിക്കുന്നത്. ബിക്കോസ് യു നീഡ് എ റീജിയണൽ ലാംഗ്വേജ് സ്പീക്കർ. ഇത് കോൾ ചെയ്തിട്ട് അവരെ ചെയ്യണമെങ്കിൽ അപ്പോൾ മലയാളിക്ക് മാത്രമേ കേരളത്തിലെ ആൾക്കാരോട് മലയാളികളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ജോബ് സ്കാംസിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്കാംസിൽ പോലും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. സോ എവറിവെയർ വേറെവർ യു ആർ ഡീലിംഗ് വിത്ത് എനിത്തിങ് ഓൺലൈനിൽ കണ്ടു എന്നുള്ളതുകൊണ്ട് വിശ്വസനീയമാണെന്ന് വിചാരിക്കരുത്. ക്രോസ് ചെക്ക് ചെയ്യുക, 200 തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യുക. അതെ, ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ടെലഗ്രാമിൻ്റെ കാര്യം കൂടെ പറയണമെന്ന് തോന്നുന്നു. കാരണം ടെലഗ്രാമിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സ്ട്രേഞ്ചർ തിങ്സ് റിലീസ് ആയതല്ല. സ്ട്രേഞ്ചർ തിങ്സ് ഞാനിവിടെ നെറ്റ്ഫ്ലിക്സിൽ കാണുന്നതിനേക്കാൾ മുന്നേ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ പറഞ്ഞ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് ഒറ്റയടിക്ക് എല്ലാ എപ്പിസോഡിൽ നിന്ന് കണ്ട ബിരുദന്മാരുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് കുറേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെന്നറിയാം. ഇത് ശിക്ഷിക്കപ്പെടാൻ അപ്പോൾ ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഈ പറഞ്ഞ പോലെ പ്രയാസം ഇത്ര കുറേ ആളുകളുള്ളത് കൊണ്ടാണോ? ഇതേ കുറേ ആളുകളുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഉപഭോക്താക്കളെ ശിക്ഷിക്കാനുള്ള ഒരു കാര്യമുള്ളത്. പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലോ ചില ആൾക്കാരെയെങ്കിലും കൊണ്ടുവന്നിട്ട് ശിക്ഷിക്കുന്ന ഒരു കേസിനകത്തൊരു 200 പേരെയൊക്കെ ജയിലിടുക എന്ന് പറഞ്ഞാൽ പറ്റാത്ത കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. പക്ഷെ ഫിനാൻഷ്യലി എങ്കിലും പീനലൈസ് ചെയ്ത് തുടങ്ങിയാൽ ഐ തിങ്ക് ഇപ്പോൾ കാണുന്ന ഒരാളുടെ അടുത്ത് നിന്ന് 35,000 രൂപ വാങ്ങിച്ചാൽ പോരെ. IPR ലോ പ്രകാരം 35,000 ആണ് ബേസിക് ആയിട്ടുള്ള പെനാൽറ്റി എന്നുണ്ടെങ്കിൽ ആ പെനാൽറ്റി വാങ്ങിച്ചാൽ പോലും എത്ര പേര് കൊടുക്കും? 35,000 കൊടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അറ്റ്ലീസ്റ്റ് യങ്സ്റ്റേഴ്സ്. അപ്പോൾ കുറേയൊക്കെ നിർത്തിക്കോളും. എന്തുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. കാരണം ഈ പറഞ്ഞ പൈറേറ്റഡ് മൂവീസ് ടെലഗ്രാമിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഏത് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ബിറ്റ് വരുന്നതിൻ്റെ അടിയിലാണ് കുറേ കമൻസ് വരിക. പിന്നെ എല്ലാവരെയും കൊണ്ട് ജയിലിടുകയല്ലേ, 10 പേരെ കണ്ടു, പിന്നെ ഞാൻ കണ്ടാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെയും ചില അഡ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ട് വിളിക്കാറുണ്ട്. ബട്ട് വാട്ട് എവർ, അതൊക്കെ കാണാറുണ്ട്. ബട്ട് വാട്ട് എവർ, ഞാൻ പറയണത് എന്ന് വേണമെങ്കിൽ ലീഗൽ ഫ്രെയിം വർക്കിന് ഡിസൈഡ് ചെയ്യാം. മതി, ഇന്ന് മുതൽക്ക് ഞങ്ങൾ പിടിക്കും. അപ്പോൾ പെട്ടു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ജാതകം നോക്കുക. അറിയില്ല, വന്നു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനുണ്ടാവില്ല ആ സമയത്ത്. കാരണം അഗൈൻ യു വിൽ ഹാവ് ഓൾ ദി എവിഡൻസ് വിത്ത് യു. ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ എനിക്ക് വേറെ അവിടെ ഉപദേശിക്കാനൊന്നും ബാക്കി ഉണ്ടാവില്ല. സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. 2 ദിവസം വെയിറ്റ് ചെയ്താൽ നെറ്റ്ഫ്ലിക്സിൽ കാണാമല്ലോ. 2 ദിവസം മുമ്പ് കണ്ടുകൊണ്ട് സീൻ മാറുമൊന്നുമില്ലല്ലോ. അത് പറയാന്നല്ലാതെ എനിക്കറിയില്ല. പൈറസി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എത്ര സംസാരിച്ചാലും ഇതുപോലെ എത്ര പേർക്ക് അത് അക്സെപ്റ്റബിൾ ആവുമെന്ന് പോലും അറിയില്ല. പക്ഷെ സംസാരിക്കാതിരിക്കാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട്, ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് പറയുക, പൈറസി ഈസ് ഇല്ലീഗൽ. വേറൊരാളുടെ സമ്മതമില്ലാതെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. മോഷണമാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ മോഷണം. ഇതുപോലെ എനിക്ക് തോന്നുന്നു ടെലഗ്രാം ഹാക്ക് ചെയ്യപ്പെടാനും ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം എനിക്ക് എപ്പോഴും ടെലഗ്രാമിൽ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, എൻ്റെ ടെലഗ്രാം ഹാക്ക്ഡ് ആണ്, അതുകൊണ്ട് ടെലഗ്രാമിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ റെസ്പോണ്ട് ചെയ്യട്ടെ. എന്താ ടെലഗ്രാം ലിങ്ക് ഏറ്റവും കൂടുതൽ ലിങ്ക്സ് പാസ്സാവണത് ടെലഗ്രാമിലല്ലേ. ഇപ്പോൾ നമ്മൾ സ്കാംസിനടുത്ത് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ 99% ഓഫ് സ്കാംസിൽ പെട്ട വിക്ടിംസ് വന്നാലും അവരുടെ എക്സ്പോഷർ ഇസ് ബേസിക്കലി ഫ്രം ടെലഗ്രാം. അവിടുന്ന് പിന്നെ അവർ മാറുകയാണ് വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ സ്കൈപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോംസിലേക്കോ. ആദ്യത്തെ എക്സ്പോഷർ ഇസ് യൂഷ്വലി ടെലഗ്രാമിൽ. ഒരുപാട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഫീഡർ ഗ്രൗണ്ടാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു ഐഫോൺ യൂസറാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഐഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ചില സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് ഇപ്പോൾ ഇതൊന്നും ചിലരും ചിലപ്പോഴെങ്കിലും വിചാരിക്കാൻ ലൈറ്റ് ക്ലാസ് മാത്രമേ ഐഫോൺ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ആ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഐഫോൺ യൂസേഴ്സ് അല്ലേ, ഭൂരിഭാഗം പണ്ടത്തെ പോലെ ഒന്നുമല്ലേ, ഒട്ടുമിക്കവരുടെയും കയ്യിൽ ഐഫോണാണ്. ഐഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറയുന്നതിൽ ആസ് എ കൺസ്യൂമർ അങ്ങനെ ഒരു സ്പേസ് ഇവിടെ വേണ്ടതുണ്ടോ? ഒരു ഉപഭോക്താവിന് എപ്പോഴും കൺസ്യൂമർ കോടതിയിൽ പോവാം. ഇപ്പോൾ ഓൾറെഡി ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. ഇറ്റ്സ് എ വെരി ഗ്രേ ഏരിയ എപ്പോഴും. പക്ഷേ എന്തായാലും അത് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. കാരണം ഒരു MRP എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മേലെ പോയാൽ മാത്രമേ അതിനകത്തൊരു പ്രൊവിഷൻ കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ബട്ട് ഞാനിത് മനസ്സിലാക്കിയിടത്തോളം
it is because of the agreements that the product companies have with the provider. ഐഫോണിൻ്റെ അകത്തുനിന്ന് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന എല്ലാത്തിനും ഐഫോൺ ആപ്പിളിനും ബെനിഫിറ്റ് ഉണ്ട്. ആണോ? അപ്പോൾ അതുകൊണ്ട് ആ എഗ്രിമെൻറ്റ്സ് പ്രകാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൈക്ക് സേയിങ് യു ബൈ സംതിങ് ഫ്രം എ സൂപ്പർ മാർക്കറ്റ്, ദേ വിൽ ഗിവ് യു എൻ എക്സ്ട്രാ. തരുന്ന സർവീസിന് അവരൊരു എക്സ്ട്രാ വാങ്ങിക്കുക എന്നുള്ളത് ആയിരിക്കാം. അവർ വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ അവരുടെ സമ്മതമില്ലാതെയും നമ്മൾ ഏതെങ്കിലുമൊക്കെ ആപ്പ്, പലരും എൻ്റെ അടുത്ത് ചോദിക്കും എന്നാൽ ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ ഭയങ്കര സേഫ് അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അവരുടെ സമ്മതമില്ലാതെ നമ്മൾ ലിങ്ക് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഈ ഐഫോൺ യൂസേഴ്സ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഐഫോൺ ഹാക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്, കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കൂടുതലുണ്ട് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ അതും നമുക്ക് ഇല്ല. ഞാൻ ഇപ്പം നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ട് അയക്കുന്ന ഒരു മെസ്സേജ്, ഒരു ലിങ്ക് വെച്ചിട്ട് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് വൈറസ് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ. ഐഫോണിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വീട്ടിനകത്ത് കയറ്റി ഇരുത്തിയത് ഗദ്ദാഫി അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഐഫോണിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിനകത്ത്. സോ യൂസർ ലെവലിലുള്ള പ്രൊട്ടക്ഷൻ യൂസർ തന്നെ നോക്കണം. ഗാഡ്ജറ്റ് ലെവലിലുള്ള പ്രൊട്ടക്ഷൻ അത് ഐഫോൺ തരും. അതിപ്പോൾ ആൻഡ്രോയിഡും കുറേയൊക്കെ സ്ട്രോങ് ആയി വരുന്നുണ്ട്. എനിക്കിപ്പോൾ അത് രണ്ടും തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ യൂസർ എനിക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. കാരണം എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ഒരു കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടാർഗറ്റഡ് അറ്റാക്സ് വരെ ഐഫോൺ യൂസേഴ്സിന്. കാരണം ഈ പറഞ്ഞ പോലെ ഐഫോൺ യൂസേഴ്സിൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നാണല്ലോ ധാരണ. അപ്പോൾ ടാർഗറ്റഡ് അറ്റാക്ക് വരെ ഐഫോൺ യൂസേഴ്സിന്. ഓക്കെ, റാൻഡം അറ്റാക്സ് ആണ് ആൻഡ്രോയിഡ് യൂസേഴ്സിന് വരിക. ആൻഡ് സ്റ്റേക്ക് കൂടുതലും ഐഫോൺ യൂസേഴ്സിനാണ്. നഷ്ടപ്പെടുന്ന എമൗണ്ട് കൂടുതൽ ഐഫോൺ യൂസേഴ്സിനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെപ്പോഴും അപ്പോൾ ഒരു മിനിമം എമൗണ്ട് എപ്പോഴും ഓൺലൈനിൽ സൂക്ഷിച്ചിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ കയ്യിൽ വെക്കുന്നതാണോ നല്ലത്? അങ്ങനെ പറയാം. എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, ഇഫ് യു ഹാവ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, ബാങ്ക് അക്കൗണ്ട്സ്, ഒരു അക്കൗണ്ട് മാത്രം ഡിജിറ്റലി എക്സ്പോസ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും കുറവ് ബാലൻസ് വെക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരിക അത്രമാത്രം യൂസ് ചെയ്യുക. അതുപോലെ ഒരു കാർഡ് മാത്രം നിങ്ങൾ ചില ട്രാൻസാക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുക. കാർഡ് ബാങ്കുകാർ അവിടെ ഇരിക്കുന്നത് നമ്മുടെ പണിയെടുക്കാനാണ്. അവരുടെ പണി എളുപ്പമാക്കാനല്ലല്ലോ നമ്മൾക്ക്. നമ്മുടെ പൈസ ഡീൽ ചെയ്യാനും ആണല്ലോ അവർക്ക് ശമ്പളം കൊടുത്ത് അവിടെ ഇരിക്കണത്. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ലെറ്റ്സ് മേക്ക് ദം വർക്ക്. അങ്ങനെയെങ്കിലും വിചാരിക്കും. നമുക്കെപ്പോഴും ബാക്കിയുള്ളവരെ കൊണ്ട് വേണ്ടിപ്പിക്കാൻ ഭയങ്കര അങ്ങനെയെങ്കിലും പറഞ്ഞാൽ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്. സോ അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടാണെങ്കിലും നമ്മുടെ പൈസ സൂക്ഷിക്കാനായിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കുക. കാർഡുകളിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാവൽ നിങ്ങൾ ഒരു കാർഡ് മാത്രം വയ്ക്കുക. അതിനും നിങ്ങൾ മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ വയ്ക്കുക. അതിനൊരു അപ്പർ സീലിംഗ് വയ്ക്കുക. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് മാത്രം അത് ഓണാക്കുക. തിരിച്ച് ലാൻഡ് ചെയ്ത ഉടനെ അത് ഓഫാക്കുക. ഇതിനൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. അതേപോലെ ഒരു ട്രാൻസാക്ഷന് മാത്രം നിങ്ങൾ ഷോപ്പിങ്ങിനുള്ള പ്രൊവിഷൻ വയ്ക്കുക. ഒരു കാർഡിൽ മാത്രം, ഒരു ഡിജിറ്റൽ അക്കൗണ്ടിൽ മാത്രം നിങ്ങൾ ഫോണിൽ ട്രാൻസാക്ഷൻ വയ്ക്കുക. കഴിയുന്നതും അതിനകത്ത് സോഷ്യൽ മീഡിയകൾ വെക്കാതിരിക്കുക. സോഷ്യൽ മീഡിയ വന്നാൽ ലിങ്ക് വരും, ഇതുപോലെ എൻക്രിപ്റ്റഡ് മെസ്സേജസ് വരും, ഫോർവേഡ്സ് വരും. ഓൾ പ്രോബബിലിറ്റി ഇറ്റ് ഗെറ്റ്സ് ഹാക്ഡ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും എന്തുകൊണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യാത്തത്. ഇതാണ് കാരണം. കാരണം എൻ്റെ ഫോണിലേക്ക് എല്ലാ ചവറും എപ്പോഴും വരും. ഓരോരുത്തരും വന്ന് അയച്ചുകൊണ്ടിരിക്കും, ഇത് ശരിയാണോ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. സോ ഐ ഡോണ്ട് ഹാവ് എ ഓപ്ഷൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഞാൻ സോഷ്യൽ മീഡിയ മുഴുവനും ഒരു സൈറ്റിലാണ്, പബ്ലിക് ഗാഡ്ജറ്റിലാണ്. വേറൊരു ഗാഡ്ജറ്റ് മാത്രമാണ് എൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് എന്ന് പറയുന്നത്, സെൻസിറ്റീവ് ഡേറ്റ വയ്ക്കുന്നത്. അത് വയ്ക്കുക. അത് നമ്മളൊരു ഡിജിറ്റൽ ഹൈജീൻ ഫോളോ ചെയ്യാതെ വേറെ നമുക്ക് നിവൃത്തിയില്ല. അത് എല്ലാവരും ഫോളോ ചെയ്യണം. ഡിജിറ്റൽ ഹൈജീൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പേഴ്സണൽ ഹൈജീൻ പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പബ്ലിക് വൈഫൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ UPIs യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പം ഗൂഗിൾ പേ പോലെ ഫോൺ പേ യൂസ് ചെയ്യുന്നത് ഭയങ്കര അപകടമാണോ? ആണ്. പബ്ലിക് വൈഫൈ എല്ലാം അപകടമാണ്. കാരണം പബ്ലിക് വൈഫൈയിൽ അപ്പോൾ ആ വൈഫൈ നെറ്റ്വർക്കിൽ ഇഫ് ദർ ഇസ് എ റോഗ് സിറ്റിംഗ് ദെയർ they can access. പബ്ലിക് വൈഫൈ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഇത്തരം കാര്യങ്ങൾക്ക്. പബ്ലിക് വൈഫൈ ഈസ് ഓൺലി ഫോർ യുവർ സോഷ്യൽ ഇൻട്രാക്ഷൻ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ പറഞ്ഞ റാൻഡം ആപ്സ്, ചില കേസുകളൊക്കെ വരുമ്പോൾ അവരുടെ ഗാഡ്ജറ്റ് വന്ന് നോക്കുമ്പോൾ 2000 ചില്ലാൻ ആപ്പൊക്കെ ഉണ്ടാവും. എന്ത് ഇവർ ഈ ആപ്പൊക്കെ വെച്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ല. 600 ചില്ലാൻ ആപ്പ് മുതൽ 2000 ചില്ലാൻ ആപ്പ് വരെയൊക്കെ ഞങ്ങൾ ആവറേജ് കേസുകളിൽ ചില കാണാറുണ്ട്. ഹൗ ഡു ദേ മാനേജ് ടു ലുക്ക് ഫോർവേഡ് ഓൾ ദീസ് സ്ക്രീൻസ് എന്ന് എനിക്കറിയില്ല. ഓർമ്മ വേണ്ടേ ഇതിൻ്റെ ഐക്കൺസൊക്കെ?
എങ്ങനെയാണ് ഇവരിത് ചെയ്യണേന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത്യാവശ്യമുള്ള ആപ്പുകൾ മാത്രം ഓരോ ഫോണിലും വെക്കുക. വേർ ദർ ഇസ് ഫിനാൻഷ്യലി നമ്മുടെ പേഴ്സണൽ വളരെ സെൻസിറ്റീവ് ഡേറ്റ ഉള്ള ഗാജറ്റ്സിൽ മൾട്ടിപ്പിൾ ആപ്സ് വെക്കാതിരിക്കുക. സെയിം ആപ്പിൽ തന്നെ എല്ലാം വേണം, സെയിം ഗാജറ്റിൽ തന്നെ വാശി പിടിക്കാതിരിക്കുക. നമ്മുടെ കൺവീനിയൻസ് അതാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ എക്സ്പോഷർ കുറയ്ക്കുക, പേഴ്സണൽ എക്സ്പോഷർ കുറയ്ക്കുക. അതിനകത്ത് തോന്നിയ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് വെക്കാതിരിക്കുക. ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് അതിനകത്ത് ഇല്ലാതിരിക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് വയ്ക്കുക വിത്ത് മിനിമം ബാലൻസ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ഇപ്പോൾ ഒരു നടൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വലിയൊരു വിവാദമായി. അത് AI വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ് നടൻ രംഗത്ത് വരികയും അതിന് കുറേ അധികം ട്രോള് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വരും കാലത്തെ ഒരാളുടെ വീഡിയോ അത് AI ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മാത്രം പ്രയാസമുള്ള രീതിയിൽ ഇപ്പോൾ വീഡിയോസ് വന്നു തുടങ്ങിയില്ല. ഇതെങ്ങനെയാണ് നമ്മളപ്പോൾ ഇനി വരും കാലത്ത് തിരിച്ചറിയത് ഒരു AI ആണോ അല്ല ഒറിജിനൽ ആണോ എന്ന്? ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വരും കാലത്ത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വലുതായിക്കൊണ്ട് വരുമ്പോൾ എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വളരെ അൺറീസണബിൾ ആൻഡ് ഇല്ലോജിക്കൽ ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാനൊരു മാത്തമാറ്റിക്സ് ക്ലാസ് എടുത്താൽ എങ്ങനെ ഇരിക്കും? യാതൊരു വിധത്തിലും ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു കാര്യം പറയണ പോലത്തെ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു അൺറീസണബിൾ ആയിട്ടുള്ളൊരു കാര്യം വരിക എന്നുള്ളത് ഒന്ന്. രണ്ട്, എന്ത് തരം AI വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ദിൽ ബി എൻ ഏർജൻസി ഇൻ ദാറ്റ്. ഒരു നമ്മളിപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഭാഷ പറഞ്ഞാൽ ക്ലിക്ക് ടു ആക്ഷൻ അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഒരു ഏർജൻസി ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിസ്റ്റർ അംബാനി അല്ലെങ്കിൽ മിസ്റ്റർ മൂർത്തി ഇവരൊക്കെ വന്നിരുന്നിട്ട് മിസ്റ്റർ സുധാമൂർത്തിയൊക്കെ വന്നിരുന്നിട്ട് ഇന്ന സ്ഥലത്ത് പൈസ ഇടൂ 2 ദിവസത്തിനുള്ളിൽ, ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ ഇന്ന് പൈസ ഇടൂ, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പൈസ ഇടും. ദിസ് നോ കോൾ. അങ്ങനെ ഒരു ഏർജൻസി വന്നാൽ ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. ഒരിക്കലും അങ്ങനെ ഒരു സാധനത്തിന് റെസ്പോണ്ട് ചെയ്യരുത്. 100% റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഏർജൻസിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം എന്ത് വന്നാലും ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും പോലീസിനെ വിളിച്ച് വരാനും ആംബുലൻസ് വിളിച്ച് വരാനും. ആ 10 മിനിറ്റ് സമയം നമ്മളൊന്ന് എടുക്കുക, ചിന്തിക്കാൻ. അത്ര പോലും ചിന്തിക്കാൻ എടുക്കാണ്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് പോസിബിൾ ആണ്. ഒന്ന് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, 2 ഇത്രയും ഡേറ്റ നമുക്ക് അവൈലബിളാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഈവൻ സെലിബ്രിറ്റീസിൻ്റെ ആണെങ്കിലും അവരുടെ സിനിമകളുടെയൊക്കെ എടുക്കേണ്ടി വരുമായിരിക്കും. ഫിലിം ആക്ടേഴ്സ് ആണെങ്കിലും അവരുടെ പല സിനിമയിലെ വീഡിയോസ് എടുത്തിട്ട് വേണ്ടി വരും അവരുടെ മാനറിസംസ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്. ഇന്നിപ്പോൾ അതല്ല. ആരുടെ നോക്കിയാലും അവരുടെ സോഷ്യൽ മീഡിയ ഒരു കൊല്ലത്തേക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആംഗിളിലെ പിക്ചർ വേണോ, സ്റ്റൈലിംഗ് വേണോ, വീഡിയോ വേണോ ഒക്കെ കിട്ടും. സോ ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് റോ ഡേറ്റ. ഈ റോ ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് AI വർക്ക് ചെയ്യിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ടു അല്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ടെക്നിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും, അത് ഏത് തരത്തിലാണെങ്കിലും. ഇപ്പോൾ AI വീഡിയോസ് മാത്രമല്ല, ഏത് തരത്തിലുള്ള മെസ്സേജസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വരികയാണെങ്കിലോ, ഇഫ് ദർ ഇസ് എൻ ഏർജൻസി ടു ഇറ്റ്, ദർ ഇസ് എൻ ഇഷ്യൂ, 100% ഇഷ്യൂ. അവസാനമായിട്ട് ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ ജോലിയിൽ ഇപ്പോൾ 24 വർഷത്തിലേറെ ജോലി ചെയ്യുന്ന ഒരാളല്ലേ, ഈ ജോലിയിൽ കയറിയതിന് ശേഷം ആളുകളോടുള്ള വിശ്വാസത്തിൽ ഭംഗം വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഈ ജോലിയിൽ വന്നേ പിന്നെ എന്ന് പറയാൻ പറ്റില്ല. വയസ്സാവണേൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓൺ എക്സ്പീരിയൻസസിൽ വരുന്നതിൽ ചില ഡൗട്ട്സ് ഒക്കെ വരുന്നുള്ളതല്ലാതെ ഈ ജോലിയിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകളോടൊരു വിശ്വാസക്കുറവൊന്നും വന്നിട്ടില്ല. കൂടുതലും എന്താ പറയണേ, ഒരു ആക്സെപ്റ്റൻസ് എൻ്റെ പേഴ്സണൽ ലെവലിൽ നോക്കി ഐ ഹാവ് ബീൻ മോർ അക്സെപ്റ്റഡ് ടു മൈ ഓൺ വൾണറബിലിറ്റീസ് ആൻഡ് ഹ്യൂമൻ വൾണറബിലിറ്റീസ് ഇൻ ജനറൽ. പറ്റാം, ആർക്കും പറ്റാം. പറ്റാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എവ്രിബഡി, ഇപ്പം എനിക്ക് പോലും ഈ ഡിജിറ്റൽ സ്പേസിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ 24ാമത്തെ കൊല്ലാണ് ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് പറയും, എനിക്കും പറ്റാം ഇതിനകത്ത് ആക്സിഡൻറ്റ്. ബിക്കോസ് ഇതൊരു ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മളൊരാൾ മാത്രം വിചാരിച്ചുകൊണ്ടും സേഫ് ആവണം എന്നില്ല. നമ്മളെത്ര ഡ്രൈവിംഗ് നന്നായിട്ട് അറിയാം, എത്ര നല്ല കാറാന്ന് പറഞ്ഞാലും റോഡിൽ ഇറങ്ങുമ്പോൾ ആക്സിഡൻറ്റ് പ്രോൺ ആണല്ലോ. അതേപോലെ തന്നെയാണ് ഈ ഒരു ഇതിനകത്ത്. സോ പറ്റാം, ആർക്കും പറ്റാം എന്നുള്ളതാണ് ഇതിനകത്തെ ഫാക്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓക്കെ, ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ ഫോട്ടോസ് നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത് എന്നാണ് ആസ് എൻ എക്സ്പെർട്ട് പറഞ്ഞു കൊടുക്കുക? സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതല്ല, ഞാൻ പറയും ഡിജിറ്റൽ സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നാളെ കാണാനോ കേൾക്കാനോ
അറിയാനോ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിൻ്റെ ഫുട്ടേജ് എടുത്ത് വെക്കരുത്. അതെന്ത് തരമാണെങ്കിലും, വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നാളെ കാണാനോ കേൾക്കാനോ അറിയാനോ ഇഷ്ടമല്ലാത്തൊരു സാധനം എടുത്ത് വെക്കരുത്. ബിക്കോസ് ദർ ഇസ് നോ ഡിലീഷൻ. അങ്ങനെ എടുത്തു വെച്ചാൽ ദർ ഇസ് എ പാസ്റ്റ് വിച്ച് ഇസ് നോട്ട് ഇറേസബിൾ, വിച്ച് വിൽ ടാഗ് അലോങ് വിത്ത് യു. ഓക്കെ. If anywhere you want to leave your past behind, do not have a footage. നമ്മൾ എവിടെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാറുണ്ട് 90s കിഡ്സ് അല്ലെങ്കിൽ 70s കിഡ്സ് ഒക്കെ ഭയങ്കര ലക്കിയാണ്, നമ്മുടെ ഒന്നും കുറുമ്പുകൾ എവിടെയും റെക്കോർഡഡ് അല്ല. അതുപോലെ തന്നെയാണ് റെക്കോർഡ് ചെയ്യാതിരിക്കുക. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ അറിയേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഇറ്റ് വാസ് എ ക്വാളിറ്റി ടൈം ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം.